Yes. Good morning, or meeting call to order. The meeting in connection with the Coffee Talk 7 a.m. program is hereby called to order. ഇന്ന് എൻ്റെ ഒരു സന്തോഷം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുവിധം പോർച്ചുഗൽ ടീമുകാരൊക്കെയും ഇന്ന് സന്തോഷത്തിലായിരിക്കും. അതിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കളി ജയിച്ചു. പക്ഷേ ചില സംഭവങ്ങളുണ്ട് ബിസിനസ്സിലൊക്കെ നമ്മൾ ഹെഡിലിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളില്ലെങ്കിൽ ആ ബിസിനസ് എങ്ങനെ വിജയിക്കാൻ പറ്റും എന്നുള്ള ചിന്തയ്ക്കാണ്. അതായത് എനി ടൈം അതിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ ഇരിക്കണം എന്നുള്ള ചിന്തയുള്ള കുറെ ആളുകളുണ്ട്. നമ്മൾ ഇവിടുന്ന് മാറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നല്ലെങ്കിൽ അവിടെ ബിസിനസ് പരാജയപ്പെടും, മറ്റുള്ളതൊക്കെ ആവും. ഈ പോർച്ചുഗൽ ടീമിൽ നിന്ന് എനിക്കൊന്ന് മനസ്സിലാക്കാൻ പറ്റിയ എന്താന്ന് വെച്ചാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ഏകദേശം ഹാഫ് ടൈമിന്റെ അപ്പുറം വരെ ഒരു 60 മിനിറ്റ് വരെ അദ്ദേഹം കളിച്ചു. കളിച്ചതിന് ശേഷം അദ്ദേഹം കയറി, അദ്ദേഹത്തിന് പകരം വേറൊരാൾ ഇറങ്ങി. അപ്പൊ എല്ലാവരുടെ കണ്ണും എന്റെ അടക്കം കണ്ണ് അയ്യോ ക്രിസ്ത്യാനോ റൊണാൾഡോ കയറിയല്ലോ, ഇനിയിപ്പോ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളൊരു ചിന്താഗതി വന്നു. കാരണം പോർച്ചുഗൽ എന്ന് പറയുന്ന ആ ടീമിന്റെ മെയിൻ അഡ്രസ്സ് അല്ലെങ്കിൽ ആ നാടിന് അറിയപ്പെടുന്നത്, നമ്മൾ ചെറുപ്പത്തില് കോഴിക്കോട് കാപ്പാട് ബീച്ചിൽ കാലുകുത്തിയ കഥയൊക്കെ നമ്മൾക്ക് അറിയാന്നുണ്ടെന്നുണ്ടെങ്കിലും ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരു CR7 എന്ന് പറഞ്ഞ ഫുട്ബോൾ കളിക്കാരനെ വെച്ചുകൊണ്ടാണ് പോർച്ചുഗൽ ടീം അഡ്രസ് ചെയ്യുന്നത്. അതിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്, നമ്മൾ വിചാരിക്കുന്ന ആളില്ല എന്നുണ്ടെങ്കിലും ആ സംഭവം വിജയിക്കും. അതൊരു കോൺഫിഡന്റ് ആണ്, ആ കോച്ച് എടുത്ത തീരുമാനമാണ്. ഇന്നത്തെ 933 ദിവസം വെൽക്കം പറയാൻ വേണ്ടിയിട്ട് കോട്ടയത്തിൽ നിന്നും നമ്മളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു എഴുത്തുകാരിയാണ് കോഫി ടോക്കിന്റെ സ്പീക്ക് വിത്ത് കോൺഫിഡൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കൗൺസിലറാണ് നമ്മളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട നജിയ മീര മേമിനെ ഞാൻ ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു. പ്ലീസ് വെൽക്കം ചെയ്യാം. താങ്ക് യു ഉസ്മാൻ സർ. ഗുഡ് മോർണിംഗ് ഓൾ. ഇന്ന് എന്നെ സ്വാഗതം ചെയ്യാനായിട്ട് ക്ഷണിച്ച ഉസ്മാൻ സാറിന് നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങട്ടെ. ചിന്തകൾ വ്യക്തമാണെങ്കിൽ ലക്ഷ്യങ്ങളിലേക്കുള്ള ദൂരവും കുറയും. രാവിലെ കുടിക്കുന്ന ഒരു കപ്പ് കോഫി പോലെ നമ്മുടെ ശരീരത്തിന് ഉന്മേഷം തരുമെങ്കിൽ അറിവ് പകരുന്ന ഈ കോഫി ടോക്ക് നമ്മുടെ മനസ്സിനും ചിന്തകൾക്കും ഉന്മേഷം തരുന്ന ഒന്നാണ്. നമ്മെ ഓരോ ദിവസവും സ്വയം അപ്ഡേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഓൺലൈൻ കൂട്ടായ്മയായ കോഫി ടോക്കിന്റെ 933 ദിനത്തിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ മനോഹരമായ സെഷന്റെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ചെയർമാൻ ഉസ്മാൻ സാറിനെ ഏറെ സ്നേഹത്തോടെയും ആദരവോടെയും ഈ സെഷനിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. മൈൻഡ് ഫോഗ് എന്ന ഒരു വിഷയവുമായി നമ്മുടെ മുന്നിലേക്ക് ക്ലാസ് നയിക്കാൻ എത്തിയിരിക്കുന്നത് ശ്രീമതി ലെനീഷ ജി മാമാണ്. ആനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെന്റിൽ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ ആയിരുന്നു. അതുപോലെ തന്നെ നല്ല ഒരു കൗൺസിലറും ട്രെയിനറുമാണ്. അതിനേക്കാൾ ഒക്കെ ഉപരി എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിയാണ്. പരിചയപ്പെടുന്ന ഓരോരുത്തരുടെ മനസ്സിലും അത്രമേൽ ആഴത്തിൽ പതിയുന്ന നല്ലൊരു മനസ്സിനുടമയാണ് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി ലെനി ചേച്ചി എന്ന് തന്നെ ഞാൻ പറയുന്നു. അപ്പം ഏറെ സ്നേഹത്തോടെയും ആദരവോടെയും ലെനി മാമിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. രാവിലെ ഈ സൂം പ്ലാറ്റ്ഫോമിൽ കൃത്യം 7 മണിക്ക് ചേർന്ന അതുപോലെ തന്നെ നമ്മളുടെ ഈ പരിപാടിയുടെ വിജയത്തിനായി ഏറെ പ്രയത്നിക്കുന്ന നമ്മളുടെ നിതിൻ നാരായൺ സർ, വളാഞ്ചേരി റോയൽ പ്രസിഡന്റ്, അതുപോലെ നമ്മളുടെ ജിനി സാംസൺ മാം, JCI നിലമ്പൂർ ഗോൾഡൻ വാലി ഡാഫോഡിൽസ് എന്നിവരെയും ഞാൻ ഹൃദ്യമായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പ്രോഗ്രാം ഇത്രയും മനോഹരമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന നമ്മുടെ കോർഡിനേറ്റേഴ്സ് ആയ ഹിഷാം ഹൈദർ സർ, നമ്മുടെ ശ്രീജിത്ത് സാർ, രേഖ മാം, മുജീബ് സാർ എന്നിവരെയും ഈ പ്ലാറ്റ്ഫോമിലേക്ക് ഞാൻ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കോഫി ടോക്കിന്റെ ഈ ഒരു പരിപാടിയുടെ വിജയത്തിനായി നമ്മൾ ഓരോരുത്തരും കൃത്യം 7 മണിക്ക് തന്നെ ഈ സൂമിൽ ഒത്തുചേരുന്നു. ഈ പരിപാടിയുടെ വിജയത്തിനായി പ്രവർത്തിക്കുന്ന ഓരോ ആളുകളെയും ഞാൻ ഏറ്റവും ഹൃദയപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഓവർ ടു യു ചെയർമാൻ. താങ്ക് യു നജിയ. വളരെ ഭംഗിയായിട്ട് തന്നെ എന്താ പറയാ ഒലിപ്പിച്ചിട്ട് തന്നെയാണ് നിങ്ങൾ വെൽക്കം പറഞ്ഞത്. കോട്ടയംകാരാണ്, അവരുടെ കൂട്ടുകാരിയാണ്. അത് എന്താ പറയാ കൂടുതലായിട്ട് നമ്മളെക്കാളിലും അടുത്തറിയുന്നവരാണ്. ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കാൻ വന്നിരിക്കുന്നത് ആരോഗ്യ സംരക്ഷണം, അതായത് മൃഗങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തെ കുറിച്ചിട്ട്. മൃഗങ്ങളല്ലേ? അതന്നെ,
മൃഗങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തെ കുറിച്ച് വേവലാതിപ്പെടുന്ന ഒരു ടീച്ചറാണ്, അല്ലെങ്കിൽ അത് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അതായത് ഒരു ബാല്യകാലത്ത് ആടുമേച്ച് നടന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി സ്വലമയുടെ ചരിത്രം എനിക്ക് ഓർമ്മ വരികയാണ്. കാരണം എന്താണെന്ന് വെച്ചാല് എന്റെ ഉമ്മ പറയാറുണ്ട്, ഇങ്ങനെ നമ്മളെ വീട്ടിലൊക്കെ ആടും പശുക്കളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോ ഈ ഇവര് മേച്ച് നടക്കുമ്പോ നമുക്ക് രണ്ടുണ്ട് ഉപകാരം. ഒന്നെന്താന്ന് വെച്ചാല് നമ്മളെ കുറെ മറ്റുള്ള വിഷമങ്ങൾ ഇങ്ങനെ പോകും ചെയ്യും. അവരെങ്ങനെ കുസൃതികൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോ അതുപോലെ തന്നെ നമുക്ക് പാലും കിട്ടുമെന്ന് പറയും. ഇവിടെ അതുപോലെ തന്നെയാണ് മാഡം, ഇവിടെ അതുപോലെ തന്നെയാണ്. ഈ പൂച്ചകളെ ഒരിക്കലും ഇവിടുത്തെ ഈ മലേഷ്യക്കാർ ഒരിക്കലും ഉപദ്രവിക്കൂല. അതായത് ഇപ്പൊ ഞാൻ ആരെങ്കിലും ഇപ്പൊ ടേബിളിന്റെ മേലെ കയറുന്ന പൂച്ച ഇരിക്കണമെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ആട്ടി വിടുമല്ലോ. ആ സമയത്താണെന്നുണ്ടെങ്കിൽ അവരത് പ്രതികരിക്കും. എന്തിനാ ആട്ടി വിടുന്നത്, അതിനെ മെല്ലെ പറഞ്ഞയച്ചാൽ മതിയില്ലേ എന്ന് പറയും. അതായത് അത്രത്തോളം അവർ ഓരോ മൃഗത്തിനും ഭയങ്കരമായിട്ട് റെസ്പെക്ട് കൊടുക്കുന്നു. അതുപോലെ തന്നെ ചില വ്യക്തികൾ പാട്ട് പെറുക്കി വിട്ടിട്ട് എന്റെ കൺമുമ്പിലുണ്ട്. ഡെയിലി അയാൾ പാട്ട് പെറുക്കി വിട്ടു. ചൈനീസുകാരനാണ്, ഒരുപാട് മുതലുണ്ട്, ഒരുപാട് ബിൽഡിങ്ങും മറ്റുള്ളതൊക്കെ ഉണ്ട്. പക്ഷെ അയാള് വെറുതെ ഇരിക്കൂല. രാവിലെ ആയി കഴിഞ്ഞാല് ഈ ടിന്നുണ്ട്, അതായത് സോഫ്റ്റ് ഡ്രിങ്കിന്റെ ടിന്നുകളൊക്കെ വിറ്റിട്ട് അത് 30-40 റിങ്കറ്റിന് പൂച്ചകൾക്ക് മീന്, മറ്റുള്ള ഇറച്ചി അങ്ങനെയൊക്കെ വാങ്ങിക്കൊടുക്കുന്ന വ്യക്തികളുണ്ട്. ഇപ്പൊ ഞാൻ പറയാതെ തന്നെ ഏകദേശം നമ്മുടെ ഏഹ് ലെനി ഷാജി മാമിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഏകദേശം മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട നജിയ മീര മാമും അവരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. കൂടുതലായിട്ട് അവരുടെ സമയം ഞാൻ കവർന്നെടുക്കുന്നില്ല. ഇന്നത്തെ 933-ാമത്തെ ദിവസം അവരെ ട്രെയിനിങ്ങിന് വേണ്ടി ഈ ഫ്ലോർ ഞാൻ കൈമാറുന്നു. പ്ലീസ് വെൽക്കം മാം. താങ്ക് യു ഉസ്മാൻ സാർ. നജിയ മാം, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി തന്നെ സ്വാഗതം ചെയ്തതിൽ എനിക്ക് വളരെ സന്തോഷം. വളരെ ഗംഭീരമായ ഒരു സ്വാഗതം. താങ്ക് യു സോ മച്ച്. ഗുഡ് മോർണിംഗ് ഓൾ. ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാവർക്കും വളരെ വളരെ സുന്ദരമായ ഒരു ദിവസം ഞാൻ ആശംസിക്കുകയാണ്. കോഫി ടോക്ക് ഇന്ന് 933-ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് അല്ലേ. നമ്മൾ 1000 ഡേ സെലിബ്രേഷന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്ത് തുടങ്ങി. ഇവിടെ എൻ്റെ ഒരു മാനസികാവസ്ഥ എന്താണെന്ന് അറിഞ്ഞോ? ഈ ഒരു കല്യാണത്തിനൊക്കെ വളരെ ലേറ്റായി ചെന്ന ഒരാളുടെ ഒരു മാനസികാവസ്ഥയാണ് എനിക്ക്. എന്താന്ന് വെച്ചാൽ കല്യാണത്തിന് നമ്മൾ വളരെ താമസിച്ച് ചെന്നാൽ എന്താ സംഭവിക്കുക? എന്താ ജെസി മാം, കല്യാണത്തിന് നമ്മൾ ഒത്തിരി ലേറ്റ് ആയി ചെന്നാൽ നമുക്ക് എന്തായിരിക്കും ചിലപ്പോൾ സംഭവിക്കാൻ ഇടയുള്ളത്? എന്തായാലും പ്രശ്നം ഭക്ഷണം കിട്ടുമായിരിക്കും, പക്ഷെ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ട്. എല്ലാവരുമായിട്ടൊന്നും മിങ്കിൾ ചെയ്യാൻ പറ്റുന്നില്ല. ഭക്ഷണം കിട്ടും, പക്ഷെ എല്ലാവരുമായിട്ടൊന്നും മിങ്കിൾ ചെയ്യാൻ പറ്റണില്ല. നമുക്ക് ആ ഒരു ഹാപ്പി മൂഡ് നഷ്ടപ്പെടും. ഞാൻ ഉദ്ദേശിച്ചത്, നമുക്ക് ആ കല്യാണം എന്ന് പറയുമ്പോൾ ആ താലികെട്ട് കാണണം, അത് കാണാൻ പറ്റിയില്ല. പിന്നെ അതിലും നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, കല്യാണ സദ്യ അല്ലെ. ആ കല്യാണ സദ്യയിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അടപ്രഥമനോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട അവിയലോ ഒക്കെ നമുക്ക് കിട്ടാതെ വരും. പിന്നെ ഉള്ളത് കൂട്ടി ഊണ് കഴിക്കാമല്ലോ എന്ന് കരുതി നമ്മൾ ഉള്ളത് കൂട്ടി ഒന്ന് ഊണ് കഴിക്കും. അതേ അവസ്ഥയാണ് എനിക്കിപ്പോൾ. കാരണം ഈ കോഫി ടോക്കിൽ എത്തിപ്പെടാൻ ഞാൻ വളരെ ലേറ്റായി പോയി എന്ന് എനിക്ക് തോന്നുന്നു. എന്നാലും പോസിറ്റീവായി ചിന്തിച്ചാൽ ഇപ്പോഴേലും എത്താൻ പറ്റിയല്ലോ എന്നൊരു ആശ്വാസവും എനിക്കുണ്ട്. കേരളത്തിലെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ ജില്ലകളിൽ നിന്നുമുള്ള ആൾക്കാരുണ്ടെന്ന് തോന്നുന്നല്ലേ. എല്ലാ ജില്ലകളിൽ നിന്നുമുള്ള ആൾക്കാരുണ്ടെന്ന് തോന്നുന്നല്ലേ. വളരെ എനർജറ്റിക് ആയിട്ടുള്ള, പ്രഗത്ഭരായ, അതിലുപരി പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉള്ള ഒരു കൂട്ടം ആൾക്കാരുടെ ഇടയിലാണ് ഞാനിപ്പോൾ എത്തിയിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ കുറച്ച് കൂട്ടുകാരാണ് എനിക്ക് ഇങ്ങോട്ടുള്ള ഒരു വഴി തെളിച്ചു തന്നത്. ഈ അവസരത്തിൽ അവരെയും നന്ദിയോടെ ഞാൻ ഓർക്കുകയാണ്. നമ്മൾ ടോപ്പിക്കിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മളൊക്കെ പഠിച്ച LP UP കാലഘട്ടത്തിലേക്കൊന്ന് പോയിട്ട് നമുക്ക് ഓടി തിരിച്ചു വരാം. ആ കാലഘട്ടം ഞാൻ പറയാൻ കാരണം, നമ്മൾ കഥകളൊക്കെ വായിക്കാൻ തുടങ്ങിയൊരു കാലഘട്ടമാണ് ഒരു UP സ്കൂൾ അല്ലെ. ബാലരമ്മ, പൂമ്പാറ്റ ഇങ്ങനെയുള്ള കഥകളൊക്കെ നമ്മൾ കിട്ടുമ്പോൾ ആർത്തിയോടെ വായിച്ചിരുന്നു. ഈ ബാലരമ്മയിലും പൂമ്പാറ്റയിലും ഒക്കെ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച ഒരു ടൈപ്പ് കഥയുണ്ട്. എന്താണെന്നറിഞ്ഞോ? ഈ ദൈവം ഇങ്ങനെ പ്രത്യക്ഷപ്പെടുന്നു ആരുടെയും മുമ്പിൽ. ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടിട്ട് അവര് ചോദിക്കുന്ന വരം, ഇപ്പൊ ഉസ്മാൻജിയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയാണെങ്കിൽ ഉസ്മാൻജി ചോദിക്കുന്ന വരം മുഴുവൻ ദൈവം കൊടുക്കുക. അപ്പൊ അന്നത്തെ ഒരു കുഞ്ഞു മനസ്സിൽ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് ഇതൊക്കെ സത്യമാണ്. അങ്ങനെ ദൈവം പ്രത്യക്ഷപ്പെട്ടാൽ ചോദിക്കാനായിട്ട് കുറച്ച് കാര്യങ്ങളും ഒക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. വളർന്നു വന്നപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇത് വെറും കഥയാണ്. അതെ, ഞാനിത് പറയാൻ കാരണം, അതേ കുഞ്ഞു മനസ്സോടുകൂടി ഒരു മിനിറ്റ് നമ്മൾ ഈ ഫ്ലോറിൽ ഒന്ന് സങ്കല്പിക്കുക.
ഇന്ന് ദൈവം നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് നമ്മളോട് ചോദിക്കുകയാണ്, ഞാൻ പറയുന്ന 3 കാര്യങ്ങളിൽ ഒന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ആ 3 കാര്യങ്ങളിൽ ഒന്ന് ആവോളം നിങ്ങൾ ചോദിക്കുന്ന എന്താണോ അത് ഞാൻ ആവോളം നിങ്ങൾക്ക് തരും എന്ന് ദൈവം പറയാ. അപ്പൊ അദ്ദേഹം പറയുന്ന ഇതാണ്, സമ്പത്ത് വേണോ, ആരോഗ്യം വേണോ, അതോ സ്ഥാനമാനങ്ങൾ വേണോ? സമ്പത്ത്, ആരോഗ്യ, സ്ഥാനമാനങ്ങൾ, ഇതിൽ ഏതായിരിക്കും ചൂസ് ചെയ്യുക? ബേബി സാറേ, ഈ സമ്പത്ത്, ആരോഗ്യം, സ്ഥാനമാനങ്ങൾ, ഇതിൽ സാറ് ഏതായിരിക്കും ചൂസ് ചെയ്യാൻ? ഇപ്പം ദൈവം നമ്മളോട് ചോദിക്കുക, ഏതായിരിക്കും? ആരോഗ്യം. ഓക്കെ, താങ്ക് യു. ആരോഗ്യം. അതെ, ഞാനും എന്റെ മുമ്പിൽ ദൈവം പ്രത്യക്ഷപ്പെട്ടാ ഞാൻ പറയും, എന്റെ പൊന്നു തമ്പുരാനെ, നമ്മളെ ആരോഗ്യത്തോടെ ഒന്ന് നടത്തിയാൽ മതി എന്നേ ചോദിക്കുള്ളൂ. അതിന് കാരണം എന്താണ്? നമുക്കറിയാം, നമ്മൾ എന്തുമാത്രം സമ്പത്ത് നേടിയാലും എന്തുമാത്രം സ്ഥാനമാനങ്ങൾ നേടിയാലും നമ്മൾ ഒരാഴ്ച കിടപ്പിലായ നമ്മുടെ കാര്യം ഒരു ബിഗ് സീറോ ആണ്. ആരോഗ്യത്തിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടതെന്ന് നമുക്കറിയാം. പക്ഷെ ഈ ഒരു അറിവ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിലും നമ്മൾ അത്ര കണ്ട് ശ്രദ്ധിക്കാറുണ്ടോ നമ്മുടെ ആരോഗ്യം? അതുപോലെ നമ്മൾ ശ്രദ്ധിക്കാറില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ശ്രദ്ധിക്കുന്നവരുണ്ട്, പക്ഷെ നമ്മുടെ തിരക്കിനിടയിൽ പലപ്പോഴും നമ്മുടെ മനസ്സിന്റെയും ആരോഗ്യത്തിന്റെയും ഒക്കെ ആ ഒരു ശ്രദ്ധ, ആരോഗ്യത്തിനും ഒക്കെ കൊടുക്കുന്ന ആ ഒരു ശ്രദ്ധ വളരെ കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ആരോഗ്യം എന്ന് പറയുമ്പോൾ ശരീരത്തിന്റെ ആരോഗ്യമുണ്ട്, അതുപോലെ മനസ്സിന്റെ ആരോഗ്യമുണ്ട്, അല്ലേ? ഇതിലേതാണ് പ്രധാനം? ശരീരത്തിന്റെ ആണോ മനസ്സിന്റെ ആണോ? ഏതാ നജിയ മീര മാം? ശരീരത്തിന്റെ ആരോഗ്യമാണോ മനസ്സിന്റെ ആരോഗ്യമാണോ, അതോ രണ്ടും പ്രാധാന്യമുണ്ടോ? രണ്ടും പ്രാധാന്യമുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം മനസ്സിന്റെ ആരോഗ്യം. അതെ, മനസ്സിന്റെ ആരോഗ്യത്തിനും ശരീരത്തിന്റെ ആരോഗ്യത്തിനും നമ്മൾ ഒരുപോലെ പ്രാധാന്യം കൊടുക്കണം. പക്ഷെ എന്റെ ഒരു ഒബ്സർവേഷനിൽ കണ്ടിട്ടുള്ളത് വെച്ച് നോക്കിയാൽ എല്ലാവരും, നമുക്കൊരു പനി വന്നാൽ അങ്ങേ മലയിൽ കൂടി പനി പോയാൽ മതി, അപ്പോഴത്തേനും നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആദ്യം പാരസെറ്റമോൾ വിഴുങ്ങി നോക്കും. പി മോൾ നമുക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. ഒരു 2 മോളെ വിഴുങ്ങിയതിന് ശേഷം പനി മാറിയില്ല, നമ്മൾ തീർച്ചയായിട്ടും അന്ന് ഡോക്ടറെ കൺസൾട്ട് ചെയ്തിരിക്കും. തീർച്ചയായും നമ്മൾ അന്ന് തന്നെ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് നമ്മൾ മരുന്ന് വാങ്ങും. പക്ഷെ ഈ അവസ്ഥ നമ്മുടെ മനസ്സിന് വന്നാൽ അത്ര പെട്ടെന്ന് നമ്മളൊരു കൺസൾട്ടേഷൻ നടത്തുവോ? പെട്ടെന്ന് നടത്തുവോ? ഇല്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മുടെ മനസ്സിന് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടത്തിലുള്ള ഫ്രണ്ട്സിനോടോ, അല്ലെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ ഉറങ്ങുന്ന നമ്മുടെ ജീവിത പങ്കാളിയോടോ, നമ്മുടെ മക്കളോടോ ഒക്കെ പറയാൻ നമ്മൾ ഇച്ചിരി ലേറ്റ് ആവും. അതിങ്ങനെ നമ്മൾ ശരിക്കും കൊണ്ടു നടക്കും. ഇല്ല, ഞാൻ പറഞ്ഞത് ശരിയാണോ? പെട്ടെന്ന് തന്നെ നമ്മൾ ഒരു മനസ്സിനൊരു വിഷമം തോന്നുന്നത് മറ്റുള്ളവരോട് തുറന്ന് പറയാറില്ലെന്നാണ് എൻ്റെ ഒരു അല്ലെ? ശരിയല്ലേ ജെസ്സി മാം? പെട്ടെന്ന് നമ്മൾ തുറന്ന് പറയുമോ? ഇല്ല, ഇല്ല, ഒന്ന് വെയിറ്റ് ചെയ്യും, ഒന്ന് വെയിറ്റ് ചെയ്യും, അല്ലെ? ഉറക്കമില്ലാതെ നമ്മൾ ഇങ്ങനെ കിടക്കും. ഓക്കെ, ഇന്ന് എന്റെ ടോപ്പിക് മൈൻഡ് ഫോഗ് അല്ലെങ്കിൽ ബ്രെയിൻ ഫോഗ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം, എല്ലാവരും തന്നെ കേട്ടിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അഥവാ കേട്ടിട്ടില്ലേ തന്നെ ഇത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മളെല്ലാവരും ഈ അവസ്ഥയിലൂടെ കടന്നു പോയിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇതിനെക്കുറിച്ച് അത്ര അവെയർ അല്ലാത്തത് കൊണ്ടാണ് ഇത് സംഭവമാണെന്നുള്ളത് നമുക്ക് മനസ്സിലാകാത്തത്. എന്താണ് ഈ മൈൻഡ് ഫോഗ്? നമ്മുടെ മനസ്സിനെ ബാധിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇതൊരു രോഗമാണെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ഇത് രോഗത്തിലേക്ക് നീങ്ങാം, കൂടുതലായ രോഗത്തിലേക്ക് നീങ്ങാം. നമ്മുടെ മനസ്സും ശരീരവും വിശ്രമവും ശ്രദ്ധയും വേണം എന്ന് ഒരു മുന്നറിയിപ്പ് തരുന്നതാണത് മൈൻഡ് ഫോഗ്. നമ്മുടെ ഓവർ വർക്കൊക്കെ ആവുമ്പത്തേനും മോനെ നീ ഒന്ന് വിശ്രമിച്ചിട്ട് മതി എന്ന് കാണിക്കുന്ന ഒരു മുന്നറിയിപ്പാണ് ഈ മൈൻഡ് ഫോഗ് അല്ലെങ്കിൽ ബ്രെയിൻ ഫോഗ്. ഇത് എന്താണെന്ന് പറയുമ്പോൾ നിങ്ങൾക്കെല്ലാം മനസ്സിലാവും. ജസീമാം ഒക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പൊ ഒരു ഫ്രിഡ്ജിൽ നിന്ന് ഒരു സാധനം എടുക്കാൻ വേണ്ടി നമ്മളങ്ങ് ചെല്ലുക. ആ ഫ്രിഡ്ജ് തുറന്നു കഴിയുമ്പോൾ ചിലപ്പോൾ 1 മിനിറ്റ് നേരത്തേക്ക് മറന്നു പോയിട്ടുണ്ടോ? അങ്ങനെ ഒരു സാഹചര്യം ജീവിതത്തിൽ വന്നിട്ടുണ്ടോ? മിക്കവാറും സംഭവിക്കാറുള്ള ഫ്രിഡ്ജ് തുറക്കുമ്പോൾ അതുപോലെ നമ്മള് അതെ, വർക്ക് ഏരിയയിൽ ഒരു സ്പൂൺ എടുക്കാനോ ഒരു തവി എടുക്കാനോ ഓടി അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേനും നമ്മൾ 1 മിനിറ്റ് ഒന്ന് സ്റ്റക്കായി പോകും. ഓ, എന്നെ എടുക്കാനാണ് ഞാൻ വന്നത്. ഇങ്ങനെ ഒരു അവസ്ഥ തോന്നിയിട്ടുണ്ടോ? ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ? പെട്ടെന്ന് നമ്മള് ഒരു ATM ചെന്നു, നമ്മള് സീക്രട്ട് നമ്പർ അടിക്കാൻ തോന്നുമ്പോൾ ചിലപ്പോ മറന്നു പോകുന്നു, അല്ലെ? ചിലപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഒരു കാര്യം പെട്ടെന്ന് വിട്ടുപോകും. ഞാൻ എന്താണ് പറഞ്ഞത്?
ഇതിൽ നിന്ന് ഇതെന്താന്ന് വെച്ചാൽ ഫോഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മഞ്ഞ് നമ്മുടെ കാഴ്ചകൾ മറയ്ക്കുന്നു. ഒരു മലമുകളിൽ നിന്ന് നമ്മൾ താഴ്വാരത്തിലേക്ക് നോക്കുമ്പോൾ കോടമഞ്ഞ് കയറി വരുമ്പോൾ നമുക്കൊന്നും കാണാൻ പറ്റില്ല കുറച്ചു നേരത്തേക്ക്. പക്ഷെ അത് സ്ഥിരമായല്ല, ആ മഞ്ഞങ്ങ് മാറിക്കഴിയുമ്പോഴത്തേനും നമുക്ക് വളരെ ക്ലിയർ ആവും. ഇത് സെയിം കണ്ടീഷനാണ് ഈ ബ്രെയിൻ ഫോഗ് എന്ന് പറഞ്ഞ. എന്ന് വെച്ചാൽ ഈ തല മങ്ങിയ പോലെ, നമ്മൾ പറയില്ലേ തല പെരുത്തിരിക്കുവാന്ന്, പറഞ്ഞിട്ടുണ്ടാവില്ലേ തല പെരുത്തിരിക്കുവാന്ന്. ഈ കൊച്ചു പിള്ളേരൊക്കെ ഓടി വരുമ്പോഴത്തേനും അമ്മമാര് പറയും ഒന്ന് പോകുന്നുണ്ടോ, എന്റെ തല മരച്ചിരിക്കുക അല്ലെങ്കിൽ തല പെരുത്തിരിക്കുക എന്ന് നമ്മൾ പറയാറുണ്ട് ഇല്ലേ. പിന്നെന്താ, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ നമുക്ക് എന്ത് ചെയ്താൽ കോൺസെൻട്രേഷൻ കിട്ടില്ല. സ്ഥിരം ചെയ്യുന്ന കാര്യമായിരിക്കും. ഇപ്പൊ ഉസ്മാൻ സാറ് ഇവിടെ എന്നും കൗണ്ടറിൽ ഇരിക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹം ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഇരിക്കുവാണ്. ചിലപ്പം കൂടുതൽ പൈസ രൂപ ഇങ്ങോട്ട് മേടിച്ചെന്നിരിക്കും, ചിലപ്പം കുറച്ചങ്ങോട്ട് കൊടുത്തെന്നിരിക്കും. അങ്ങനെയൊക്കെ നമുക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. കുട്ടികൾ പഠിക്കുവാണെങ്കിൽ അവർക്ക് ആ പഠിത്തത്തിൽ എത്ര വായിച്ചാലും അവർക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റില്ല. കാര്യങ്ങൾ ചിന്തിക്കാനും തീരുമാനം എടുക്കാനും ഒക്കെ ഒത്തിരി സമയമെടുക്കും. നമ്മുടെ കൂട്ടുകാരെയൊക്കെ നമ്മുടെ ആ ഫ്രണ്ട് സർക്കിളിൽ നമ്മൾ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ആൾക്കാരെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. കാരണം അവരോട് എത്ര പറഞ്ഞാലും അവർക്ക് മനസ്സിലാകുന്നില്ല ഇല്ലേ. നമ്മൾ ആലോചിച്ച് നോക്കിയാൽ നമുക്ക് പിടികിട്ടും. നമ്മൾ ഓർക്കും എന്തിനാണ് ഇത്രയും പറയുന്നത് എന്ന് ഓർക്കാം. പക്ഷെ അത് അവരുടെ ഒരു അവസ്ഥയാണ്. ഇങ്ങനെ ഒരു അവസ്ഥ അവർക്ക് വന്നത് കൊണ്ടാണ്. പിന്നെ ഒട്ടും ഉത്സാഹമില്ല, എപ്പോഴും ക്ഷീണമാണ്. എന്ത് കാര്യം പറഞ്ഞാലും പറയും ഓ എനിക്ക് പറ്റത്തില്ല, ഭയങ്കര ക്ഷീണമാണ്, നിങ്ങൾ പൊക്കോ. ഒന്നിനും അവരങ്ങോട്ട് ഇടപെടുകയല്ല. അവർക്ക് എപ്പോഴും ഭയങ്കരമായ ഒരു ഉത്സാഹക്കുറവാണ്. എന്നാ പോയി ഒന്ന് വിശ്രമിക്കാം, കുറച്ചു നേരം ഒന്ന് കിടന്നേക്കാം എന്ന് കരുതി നമ്മൾ ശരീരത്തിന് വിശ്രമം കൊടുത്താലും നമ്മുടെ മൈൻഡ് അങ്ങ് ഓക്കെ ആകില്ല. പിന്നെ ഏറ്റവും പ്രധാന ഒരു കാര്യം മൂഡ് സ്വിങ്സ്. ഇത് ലേഡീസിനെ സംബന്ധിച്ച് ഇത് കൂടുതലാകട്ടോ. മൂഡ് സ്വിങ്സ് രാവിലെ അവർക്കൊരു മൂഡാണ്, ചിലപ്പോൾ കുറച്ച് കഴിയുമ്പം വേറൊരു മൂഡായിരിക്കും. രാവിലെ നല്ല ഹാപ്പി ആയിരിക്കും, ചിലപ്പോൾ മണിക്കൂർ കഴിഞ്ഞാൽ മതി അവരുടെ ആ മൈൻഡ് അങ്ങ് പോയി വളരെ സങ്കടമായിരിക്കും. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് അത് പിടികിട്ടും. ഇപ്പൊ രാവിലെ ഓഫീസിൽ പോകുന്ന ചേട്ടന്റെ കയ്യിലോട്ട് ചേട്ടാ ചോറ്, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള അയലവറുത്ത് ഒരെണ്ണം ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ, നല്ല മെഴുക്കുവരട്ടിയും ചമ്മന്തിയും ഒക്കെ ഉണ്ട്, കഴിച്ചോണം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ടാറ്റ ഒക്കെ പറഞ്ഞു രാവിലെ വിടുക. ഭർത്താവ്, പാവം ഭർത്താവ് അതേ ഒരു സന്തോഷത്തിലാണ്. വൈകിട്ട് നേരത്തെ വരണേ, ഓക്കെ ടാറ്റ എന്നൊക്കെ പറഞ്ഞു വിടുന്നതാണ്. പക്ഷെ വൈകിട്ട് ഭർത്താവ് ഇതേ ഒരു മൈൻഡ് സെറ്റോട് കൂടിയായിരിക്കും കടന്നു വരുന്നത്. പക്ഷെ അവരുടെ ആ മൂഡ് അങ്ങ് മാറുന്നു. ഇപ്പൊ ചിലപ്പോ ഓർക്കും ഓ നേരത്തെ വരണമെന്ന് പറഞ്ഞ് നേരത്തെ വരുന്നുണ്ടല്ലോ, എന്തിനാണോ ഇത്ര നേരത്തെ വന്ന, ഞാനിപ്പോ ഒന്ന് ജോലി കഴിഞ്ഞൊന്ന് ഇരുന്നതേ ഉള്ളൂ. ഇപ്പൊ ചായ ഇടാൻ പറയുമായിരിക്കും. നമ്മൾ അങ്ങ് അസ്വസ്ഥമാകുകയാണ്. ഇല്ല ജെസ്സി മാം, അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും. പണിയൊക്കെ തീർത്തൊന്ന് കിടക്കാം, ഒന്ന് ഇരിക്കാം, അല്ലെ ഒന്ന് ഫോണിലൊക്കെ നോക്കാന്ന് വിചാരിക്കുമ്പോഴാണ് ചോറെടുത്തോ എന്ന് പറഞ്ഞു വരുന്നത്. അപ്പൊ നമുക്കൊരു മൈൻഡിൽ ഒരു അസ്വസ്ഥത തോന്നിയിട്ടില്ലേ? തീർച്ചയായും പറഞ്ഞാൽ മതി. തീർച്ചയായും. അപ്പൊ ഞാൻ പറഞ്ഞത് ശരിയാണ്. പക്ഷെ പിന്നെ ഈ ഭർത്താവിന്റെ മറവി ഈ കുടുംബത്തിൽ ഇങ്ങനെ കശപശ ഉണ്ടാകാൻ ഭയങ്കര കാര്യമാണ്. അതെന്നാന്ന് വെച്ചാൽ ചിലപ്പം നമ്മൾ പറഞ്ഞു വിടുന്ന സാധനമായിരിക്കല്ലേ ഇവർ മേടിച്ചോണ്ട് വരുന്നത്. ഇവർക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റത്തില്ല. എല്ലാവർക്കും ഉണ്ട്, ലേഡീസിന് മാത്രമല്ല ഈ ഒരു അവസ്ഥ വരുന്നത്. ചിലപ്പം പാവയ്ക്ക മേടിച്ചോണ്ട് വരാൻ പറഞ്ഞാൽ ചിലപ്പോൾ കോവയ്ക്ക ആയിരിക്കും മേടിച്ചോണ്ട് വരുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു നമ്മൾ കുടുംബത്തിൽ വഴക്കുണ്ടാകാൻ ഏറ്റവും ഫസ്റ്റ് പരിപാടിയാണ് ഈ മറവി എന്ന് പറയുന്നത്. ഈ മറവിയെ നമ്മള് സ്നേഹത്തോടെ നേരിട്ട ഒരു കൂട്ടുകാരി എനിക്കുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ കുടുംബത്ത് കശവശയൊന്നും കൂടാതെ സ്നേഹത്തോടെ നേരിടാം. ഒരു ദിവസം ഭർത്താവിനോട് പറഞ്ഞു പഞ്ചസാര മേടിച്ചോണ്ട് വരാൻ. 2 ദിവസമായിട്ടും മേടിച്ചോണ്ട് വരുന്നില്ല. അപ്പൊ ഇദ്ദേഹം എന്നെ എടുത്തു, വാട്സപ്പ് എടുത്തൊരു മെസ്സേജ് അങ്ങോട്ട് കാച്ചി. ഹായ് ഡിയർ, എന്തൊരു നല്ല മഴ, ഒരു ചായയൊക്കെ കുടിച്ച് നിങ്ങളുടെ അടുത്ത് ഒന്ന് സൊറ പറഞ്ഞിരിക്കാൻ എനിക്ക് വല്ലാത്തൊരു മോഹം. പക്ഷെ നമ്മുടെ പ്രണയത്തിന് മധുരം കൂട്ടാൻ ഇവിടെ പഞ്ചസാര ഇല്ലല്ലോ. ഷോപ്പിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഭർത്താവ് ഓടിപ്പോയി 1 കിലോ പഞ്ചസാര മേടിക്കുന്നതിന് പകരം 1.5 കിലോ പഞ്ചസാര മേടിച്ചു കൊണ്ടുവന്ന് അപ്പോഴേ വെച്ചു. അങ്ങനെ നമുക്ക് ഈ മറവിയെ നേരിടാൻ കേട്ടോ. ഇത് ഞാൻ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. കുടുംബത്തിൽ കശവശ വരാതെ നമുക്ക് നേരിടാം.
പിന്നെ ഈ 40-45 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ലേഡീസിൽ ഇത് കൂടുതലായി കാണും. കാരണം അവരൊരു മെനോപോസിന്റെ ഒരു പീരീഡിലൂടെ കടന്നു പോകുന്നതുകൊണ്ട് ഈ അവസ്ഥകളിലൊക്കെ അവര് കൂടുതലായിട്ട് അവരിലുണ്ടാകാം. ഇതാണ് അവസ്ഥകൾ. പക്ഷെ എന്തൊക്കെ കാരണങ്ങളാണ് നമ്മളെ ഈ അവസ്ഥകളിലേക്ക് നയിക്കുന്നത്? നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈൽ തന്നെയാണ്. നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വല്ലാത്തൊരു മാറ്റം വന്നിട്ടുണ്ട്. നമ്മുടെ ഇന്നൊരു മത്സരം നിറഞ്ഞ ലോകമാണല്ലേ. എല്ലാവരും ഇങ്ങനെ മത്സരിച്ചുകൊണ്ടിരിക്കുക. ഒരു കുഞ്ഞിനെ LKG കൊണ്ട് ചേർത്ത് കഴിഞ്ഞാൽ അന്ന് മുതൽ ആ കുഞ്ഞിന്റെ മത്സരം തുടങ്ങാണ്. പിന്നെ അവന്റെ ഒരു ജീവിതകാലം അവസാനിക്കുന്നത് വരെ അവൻ ഓരോ കാര്യത്തിലും മത്സരിച്ചുകൊണ്ടിരിക്കുക. അതുപോലെ നമ്മുടെ ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ IT മേഖലയിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും അറിയാം അവരൊക്കെ എന്തുമാത്രം തല പുകച്ചാണ് നിൽക്കുന്നത് എന്നുള്ളത്. കാരണം മത്സര ലോകമാണെന്ന്. എന്തൊക്കെയോ വെട്ടിപ്പിടിക്കാൻ നമ്മളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. ചിലപ്പോൾ പറയാറുണ്ട് എന്തിനോ തിളയ്ക്കുന്ന സാമ്പാറെന്ന് എന്ന് പറയുന്ന പോലെ എന്തിനാണ് നമ്മളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നതെന്ന് നമുക്കറിയില്ല. യാതൊരു വിശ്രമവും ഇല്ലാതെ എന്തൊക്കെയോ വെട്ടിപ്പിടിക്കാൻ നമ്മളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. പിന്നെ നമ്മുടെ ഭക്ഷണ രീതിയിൽ വളരെ മാറ്റം വന്നു. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിലെ പ്രവർത്തനങ്ങളെ ബാധിക്കുന്നത് എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ പണ്ട് നമ്മുടെ തൊടിയിൽ നട്ടു വളർത്തിയിരുന്ന കപ്പ, ചേമ്പ്, ചേന ഇതൊക്കെ കഴിച്ചിരുന്നു. ഇനി ആ യുഗത്തിലേക്ക് പോകാൻ ഞാൻ പറയുന്നില്ല. കാരണം ഗ്രാമങ്ങളിലൊക്കെ താമസിക്കുന്നവർക്കേ അതിനുള്ള ഒരു അവസരമുള്ളൂ. പക്ഷെ ഇന്ന് കൂടുതലായിട്ടും എല്ലാവരും എന്താണ് രുചി കൂട്ടാൻ ഉള്ള വസ്തുക്കൾ ഉപയോഗിക്കുന്ന ഭക്ഷണം, അതുപോലെ നിറം കൊടുക്കാൻ ഉപയോഗിക്കുന്ന ഭക്ഷണം, ഇതൊക്കെ ഓർഡർ ചെയ്താണ് നമ്മൾ കഴിക്കുന്നത്. അപ്പൊ നമ്മുടെ ഭക്ഷണ രീതി ആകെ മാറിപ്പോയി. ഇത് നമ്മളുടെ ശരീരത്തെ, നമ്മുടെ ബ്രെയിനിന്റെ പ്രവർത്തനത്തെ എല്ലാം നമ്മൾ കഴിക്കുന്നത്. യോഗ മാസ്റ്റർക്ക്, യോഗാചാര്യ റജി സാറിന് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാം. ഒത്തിരി സമയമില്ലാത്തതുകൊണ്ട് ഇപ്പം ഞാൻ സാറിനോട് ചോദിക്കുന്നില്ല. പക്ഷെ ഈ ഭക്ഷണമെല്ലാം നമ്മൾ ഇതുപോലെ കഴിക്കുന്നുണ്ട്. നമുക്ക് പഴയതുപോലെ വ്യായാമം കിട്ടുന്നുണ്ടോ? നമുക്ക് ശരീരത്തിന് ഒരു വ്യായാമം കിട്ടുന്നു. ഇപ്പൊ ഒരു സ്കൂൾ കുട്ടിയെ എടുത്താൽ വീടിന്റെ മുമ്പിൽ നേരെ കൊച്ചിനെ എടുത്ത് സ്കൂൾ ബസ്സിലോട്ട് വെക്കുന്നു. അവിടുന്ന് എടുത്ത് നേരെ വരാന്തയിലേക്ക് വെക്കുന്നു. ഒരു ഡ്രിൽ പീരീഡ് ഇല്ല, പണ്ടത്തെ പോലെ കളിയില്ല. ഉസ്മാൻ സാറേ, നമ്മളൊക്കെ ചെറുപ്പത്തിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോ സ്കൂളിൽ ആവശ്യം പോലെ കളിച്ചല്ലേ വളർന്നത്, അല്ലെ? ഞാനൊക്കെ സ്കൂൾ അടുത്താണ്, അതുകൊണ്ട് ഒരു 4:45 വരെ കളിച്ച് എന്തെങ്കിലുമൊക്കെ കളിച്ചിട്ടായിരുന്നു വീട്ടിൽ പോയിക്കൊണ്ടിരുന്നത്. നമുക്കൊരു ഫിസിക്കൽ എക്സർസൈസ് നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ കുഞ്ഞുങ്ങളെ ആരും കളിക്കാൻ വിടുന്നില്ല. സ്കൂളിലുമില്ല, വീട്ടിലുമില്ല. അക്കാഡമിക് ലെവലിൽ മാത്രം കുഞ്ഞുങ്ങൾ ഒന്നാമതാകുക എന്നാണ് പേരൻസും ടീച്ചേഴ്സും ഇന്ന് കരുതുന്നത്. അത് വലിയൊരു പ്രശ്നമാണ്. പിന്നെ ആങ്സൈറ്റി, സ്ട്രെസ്, ഡിപ്രഷൻ, ഇതിന്റെ വലിയൊരു കാര്യമാണ്. എന്ത് കാര്യത്തിനും മനുഷ്യർക്ക് ഭയങ്കര ആങ്സൈറ്റിയാണ്. നേരത്തെ ഒന്നും ഇല്ലാതിരുന്ന ഒരുതരം ആകാംക്ഷയാണ് എല്ലാ കാര്യത്തിനും. അത് നമ്മളെ സ്ട്രെസ്സിലേക്ക് നയിക്കും, ഡിപ്രഷനിലേക്ക് നയിക്കും. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇന്ന് വെള്ളിയാഴ്ച അല്ലേ ഉസ്മാൻജി? ഞായറാഴ്ച പെണ്ണ് കാണാൻ പോകുന്ന ഒരു പയ്യൻ, അവൻ ഇന്നിരുന്ന് ചിന്തിക്കും, ഞാൻ പെണ്ണ് കാണാൻ പോകുന്നു, തീർച്ചയായിട്ടും എൻ്റെ കല്യാണം നടക്കും, എനിക്ക് പിള്ളേരുണ്ടാകും. അപ്പൊ ആദ്യത്തെ പെങ്കൊച്ചാണെങ്കിൽ ഞാൻ അവൾക്ക് എന്ത് പേരിടും? എൻ്റെ ബെസ്റ്റിയുടെ പേരിടണോ അതോ എൻ്റെ ഇപ്പോഴത്തെ ലവറിന്റെ പേരിടണോ? ഇങ്ങനെ പോലും ചിന്തിക്കുന്ന ഒരു തലമുറയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോഴത്തേനും അവനോർക്കും, ബെസ്റ്റിയുടെ പേരിട്ടാ ലവർ വണങ്ങും, ലവറിന്റെ പേരിട്ടാ ബെസ്റ്റി വണങ്ങും, എന്നാ പിന്നെ കല്യാണം കഴിക്കണ്ട. ആ ഒരു ചിന്തയിലേക്ക് അവൻ പോകുമ്പോ എന്താ പറ്റുന്നത്? അവൻ ഇതേ കിടക്കുന്നു ഡിപ്രഷനിൽ. ഇങ്ങനെയാണ് ഈ മനുഷ്യരുടെ ചിന്ത. കാരണം നമുക്ക് ഈ ആങ്സൈറ്റി ഓരോ കാര്യത്തിനും വേണം, പക്ഷെ അതൊരു ഓവർ ആകുന്നില്ലേ എന്നെനിക്കൊരു ചിന്തയുണ്ട്, അല്ലേ? എല്ലാവരും ഇന്ന് ഭയങ്കര ചിന്തകളാണ്, ആവശ്യമില്ലാത്ത കാര്യം. കാരണം എന്താണ്, ഇവർ ഈ ചിന്ത കൂടുന്നത് എന്തുകൊണ്ടാ? ഒരു ജോലി കൂടുതലായിട്ട് നമ്മൾ ഈ ഒരു വിരൽ മാത്രം പ്രവർത്തിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് നമുക്ക് ചിന്തകൾ കൂടുന്നത്. മനുഷ്യൻ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ചിന്തകളൊക്കെ കടന്നു വരാം. അപ്പത്തേനും ഇവൻ ഓർക്കും, എന്നാ ഇനി പെണ്ണുകെട്ട് തന്നെ വേണ്ടെന്ന് വെക്കാം. അതേ രീതിയിലാണ് ആൾക്കാരുടെ ചിന്ത പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഈ ആൻസൈറ്റിയും സ്ട്രെസ്സും ഒക്കെ നമ്മുടെ ഈ ബ്രെയിനിന് വളരെ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നു. പിന്നെ ഉറക്കമില്ലായ്മ, ഉറക്കമില്ല ഇപ്പൊ ആൾക്കാർക്ക്, അല്ലെ? നമ്മുടെ ആ പണ്ടത്തെ ആ റുട്ടീൻ അങ്ങ് മാറി. നേരത്തെ നമ്മളൊരു സ്ഥിരമായ സമയത്ത് കിടന്നിരുന്നു, സ്ഥിരമായ സമയത്ത് ഉണർന്നിരുന്നു.
ആ റുട്ടീൻ എല്ലാം മാറി. യുവതലമുറയ്ക്ക് മാത്രമല്ല, ഈ പ്രായമുള്ള നമ്മളിൽ പോലും അതിനും മാറ്റം വന്നു. പിന്നെ മനഃപൂർവ്വം ഉറങ്ങാത്തവരുണ്ട്. ഈ ബിസിനസ്, ഉസ്മാൻ സാറിന്റെ ഒന്നും കാര്യമല്ല കേട്ടോ ഞാൻ പറയുന്നത്, ഈ ബിസിനസ് ഒക്കെ ചെയ്യുന്നവർ. കാരണം എൻ്റെ കൺമുമ്പിൽ ഒരു ജെന്യുവിൻ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ഉണ്ട്. ഞങ്ങളുടെ നാട്ടിൽ ഒരാള് 12:30 രാത്രി 12:30 ഒക്കെ കഴിയും ഷോപ്പ് അടയ്ക്കുമ്പോൾ. അദ്ദേഹത്തിന് വീണ്ടും 5 മണിയാകുമ്പോൾ തിരിച്ച് ഈ ഷോപ്പിൽ എത്തണം. കാരണം പാല് വരുമ്പോൾ പാലെടുത്ത് വെക്കാൻ വേണ്ടിയാ. ഈ പുള്ളി ഉറങ്ങുന്നത് 1-2 മണിക്കൂർ. ഇത് ഉറങ്ങാൻ പറ്റുമോ എന്ന് അറിയത്തില്ല. ചിലപ്പോ ഇങ്ങനെ നോക്കുമ്പോൾ കണ്ണൊക്കെ ഇങ്ങനെ ചുമന്നിരിക്കും. ഒരു ദിവസം ഞാൻ ചോദിച്ചു, എന്താ ബ്രോ ഇങ്ങനെ കണ്ണൊക്കെ ചുമന്നിരിക്കുന്നത്? ഞാൻ ഓർത്ത് അദ്ദേഹം വല്ല തലേ ദിവസത്തെ വല്ല ഹാങ് ഓവറും ആയിരിക്കും. അന്നേരം പറഞ്ഞു, എന്റെ പൊന്നെ, ഞങ്ങൾക്ക് ജീവിക്കണ്ടേ, നിങ്ങളെ പോലെ അല്ലല്ലോ, ഞങ്ങൾക്ക് അധ്വാനിക്കാതെ പറ്റത്തില്ല, നിങ്ങൾക്ക് കസേരയിൽ ഇരുന്നാൽ മതി, അതുപോലല്ല. പക്ഷെ ആ മനുഷ്യൻ ഒത്തിരി സമ്പത്ത് നേടി. പക്ഷെ ഈ ഒരു സമ്പത്ത് അനുഭവിക്കാൻ ഇന്ന് അദ്ദേഹം ഈ ഭൂമിയിലില്ല. എന്തൊക്കെയോ രോഗത്തിന് അടിമപ്പെട്ട് അദ്ദേഹം ഇവിടെ ഇല്ല. കാരണം നേടിയതൊന്നും അനുഭവിക്കാനുള്ള ഒരു സാഹചര്യം അദ്ദേഹത്തിന് ഉണ്ടായില്ല. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങൾ ഈ അവസ്ഥയിലേക്ക് നമ്മളെ നയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അനീമിയ, തൈറോയിഡ്, വൈറ്റമിൻ ഡെഫിഷ്യൻസി, ഇതൊക്കെയുള്ള കൂടുതലും ഇത് ലേഡീസിലാണ് കാണുന്നത്. ഇതൊക്കെയുള്ള ഞങ്ങളെപ്പോലുള്ളവര് ഈ സിംറ്റംസ് ഒക്കെ കൂടുതൽ കാണിക്കും, ഈ അവസ്ഥയിലേക്ക് അവരെ നയിക്കും. അതിനാന്ന് വെച്ചാൽ ഈ തൈറോയിഡിന് ഗുളിക എടുക്കുന്ന ഭാര്യ ഉണ്ടെങ്കിൽ അവരെ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് മനസ്സിലാകും. കാരണം അവർക്ക് പെട്ടെന്ന് ക്ഷീണം വരും, പെട്ടെന്ന് മൂഡ് മാറും, പെട്ടെന്ന് മറവി വരും. ഒബ്സർവ് ചെയ്താൽ മനസ്സിലാവും. ഇപ്പൊ മനോജ് സാറിന്റെ എക്സാമ്പിൾ പറയുന്നതിൽ ഒന്നും വിചാരിക്കരുതേ കേട്ടോ സാറിപ്പോ സാറിന്റെ ഒരു ആധാർ കാർഡ് വൈഫിന്റെ കയ്യിലോട്ട് കൊടുത്തിട്ട് എടീ നീ ഇത് കൊണ്ടുപോയി വെച്ചോ, ഞാൻ ചോദിക്കുമ്പോ തന്നാ മതി എന്ന് പറഞ്ഞ് കൊടുക്കുക എന്ന് വിചാരിക്കാം. പുള്ളി തൈറോയിഡിന്റെ ഗുളിക എടുക്കുന്ന ആളാണെങ്കിൽ മാത്രമാണ് ഈ എക്സാമ്പിൾ ഞാൻ പറഞ്ഞത് ശരിയാകത്തുള്ളൂ. അപ്പൊ സാറ് കൊണ്ടുപോയി കൊടുത്തു വൈഫിന്റെ അടുത്ത്. വൈഫ് അത് ഭദ്രമായിട്ട് ഒരിടത്ത് വെച്ചു. സാറിനൊരു 5-6 ദിവസം കഴിഞ്ഞപ്പോ ഈ ആധാറിന്റെ ആവശ്യം വന്നപ്പം പറഞ്ഞു, ആധാർ നിന്റെ തന്നെ ആധാർ ഇങ്ങോട്ടൊന്ന് എടുത്തോണ്ട് വന്നേ. അപ്പൊ പുള്ളിക്കാരി ചോദിക്കും, ആധാറോ? എന്താ ആധാർ? എടി നിന്റെ ഞാൻ ആ ആധാർ കഴിഞ്ഞ ദിവസം തന്നല്ലേ. നിങ്ങളൊന്നും എൻ്റെ കയ്യിലൊന്നും ആധാർ തന്നിട്ടില്ല, എൻ്റെ ആധാർ മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ, നിങ്ങളുടെ ആധാർ എവിടെയാ വെച്ചത് നിങ്ങൾ നോക്കാൻ പറയും. അപ്പൊ മനോജ് സാർ ഓർക്കും, ഇത് ഇനിയിപ്പം ഞാൻ കൊടുത്തില്ലയോ. സാറും കൺഫ്യൂഷനിലാകുകയാണ്. സാർ എന്നിട്ട് ഒരു ചായ ഒക്കെ കുടിച്ച് അവിടെ ഇരിക്കുമ്പോഴത്തേനും ഇതാ വൈഫ് ഈ ആധാർ എടുത്തുകൊണ്ടെന്ന് തരുവാ. ഇതാ കേട്ടോ നിങ്ങളുടെ ആധാർ, ഞാൻ മറന്നുപോയായിരുന്നു. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. അത് അവർക്ക് ഈ ഒരു തൈറോയിഡും അങ്ങനെയുള്ള അവസ്ഥകൾ വരുമ്പോൾ അവരിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഈ സെയിം കേസാണ് എന്ന് വെച്ചാൽ കുറച്ച് നേരത്തേക്ക് നമ്മുടെ ആ ഓർമ്മ അങ്ങ് പോകുന്നു, പിന്നെ അത് ക്ലിയർ ആകുന്നു. ഈ മൈൻഡ് ഫോഗിലും സെയിം കേസാണ്. ഈ തൈറോയിഡിന്റെ ഒക്കെ ഗുളിക എടുക്കുന്നവരിലും ഇത് ആവശ്യം പോലെ ഈ അവസ്ഥകൾ നമുക്ക് കാണാറുണ്ട്. അപ്പൊ നമ്മളിപ്പം മൈൻഡ് ഫോഗ് എന്താണ്, അതിന്റെ അവസ്ഥ എന്താണ് എന്നൊക്കെ നോക്കി ഇനിയിപ്പം നമ്മൾ ഇതേ അവസ്ഥയിൽ തന്നെ കിടന്നാ പോരല്ലോ, നമുക്ക് ഈ അവസ്ഥയെ മറികടക്കണ്ടേ. എന്ന് വെച്ചാൽ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ പ്രോബ്ലത്തിലേക്ക് തന്നെ നോക്കിയിരുന്നു കഴിഞ്ഞാൽ ആ പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റത്തില്ല, ഇല്ലേ? നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഒരു പ്രോബ്ലം ആണെങ്കിലും നമ്മൾ ആ പ്രോബ്ലത്തിലേക്ക് തന്നെ ഉറ്റുനോക്കിയിരുന്ന് നമുക്കത് സോൾവ് ചെയ്യാൻ പറ്റത്തില്ല. വാട്ട് നെക്സ്റ്റ്, എന്താണ് നമ്മളത് സോൾവ് ചെയ്യാൻ എന്താണ് ചെയ്യേണ്ടതെന്നാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ ഒരു അവസ്ഥയെ നമ്മൾ മറികടക്കാൻ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഒന്ന് മാറ്റി പിടിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഒരിക്കലും പൂർണ്ണമായും നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറ്റി പിടിക്കാൻ നമുക്ക് പറ്റത്തില്ല. അങ്ങനെ ആയിപ്പോയി നമ്മുടെ ജീവിത രീതികൾ, അല്ലെ? പക്ഷെ നമ്മൾ ശ്രമിച്ചാൽ കുറച്ചൊക്കെ നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റും. വളരെ കുറച്ചെന്നേ ഞാൻ പറയുന്നുള്ളൂ. പൂർണ്ണമായും പിടിക്കാൻ നമുക്ക് ആർക്കും പറ്റില്ല, അല്ലെ? നമ്മളെല്ലാവരും തിരക്കേറിയ ലോകത്തിലേക്ക് പോയി നമ്മുടെ ടൈം ടേബിൾ എല്ലാം മാറിക്കഴിഞ്ഞു. പക്ഷെ കുറച്ചൊക്കെ നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റും. അതിനായിട്ട് നമ്മൾ ശ്രമിക്കുക. ലൈഫ് സ്റ്റൈലിൽ തന്നെ നമുക്ക് ഈ ഓവർ വർക്ക് വരുമ്പോൾ എന്ത് ചെയ്യുക? നമ്മളൊരു വിശ്രമം എടുക്കുക. ഇപ്പൊ ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമുക്കറിയാം, അയ്യോ ഞാൻ ഇന്ന് ഓഫീസിൽ ചെന്നില്ലെങ്കിൽ ഇന്ന് അവിടുത്തെ കാര്യങ്ങളൊന്നും നടക്കില്ല. ഞാനും ഒക്കെ വിചാരിച്ചിട്ടുള്ളതാണ്, ലീവ് എടുക്കാതെ, ക്യാഷ് ലീവ് പോലും എടുക്കാതെ ജോലി ചെയ്ത അവസരമുണ്ട്. പക്ഷെ നമ്മുടെ ശരീരവും മനസ്സും ഒരു വിശ്രമത്തിന് കൊതിക്കുമ്പോഴും നമ്മളത് എടുക്കുന്നില്ല. നമ്മളില്ലെങ്കിൽ ഒരു കാര്യവും നടക്കില്ല. അല്ലെങ്കിൽ എനിക്ക് ഇന്നത് ചെയ്ത് തീർക്കണം. ജോലി സ്ഥലത്താണെങ്കിൽ ഒരു ചായയൊക്കെ കുടിച്ച് ഒരു 11:30 ഒരു ചായ കുടിക്കാൻ എഴുന്നേറ്റ് പോകുന്ന ആളെ ചിലപ്പം പ്രൈവറ്റ് സ്ഥാപനങ്ങളിലൊക്കെ ആണെങ്കിൽ മാനേജർ ഇങ്ങനെ ഉറ്റുനോക്കിയെന്നിരിക്കാം, ഇവനൊക്കെ ചായ കുടിച്ച് നടക്കുവാണ്,
പക്ഷെ 10 മുതൽ 1 മണി വരെ സ്വന്തം പ്ലേസിൽ ഇരുന്നിട്ട് ജോലി ചെയ്യുന്ന ആളെ കഴിഞ്ഞ് ചിലപ്പോൾ ഈ ചായ കുടിക്കാൻ പോയിട്ട് വരുന്ന ആളായിരിക്കും കൂടുതൽ പ്രൊഡക്റ്റീവായിട്ട് ജോലി ചെയ്യുക, അല്ലേ? ചിലരാ ഇരുന്നാ പിന്നെ എഴുന്നേക്കത്തേ ഇല്ല. നമ്മൾ അങ്ങനല്ല. നമ്മളൊന്ന് വെള്ളം കുടിക്കാനൊക്കെ എഴുന്നേറ്റ് പോയി ഒന്ന് വാഷ്റൂമിലൊക്കെ പോയി ഒന്ന് ഫ്രഷായി വന്നിട്ട് ഇരുന്ന് ജോലി ചെയ്യുമ്പോൾ ഇല്ല റജി സാറേ, അതില് റജി അതെ സാറിന് അതെ അതെ എതിരഭിപ്രായം വല്ലതും പറയാനുണ്ടോ? ഇല്ല ഇല്ല ഇല്ല. ഇല്ല അങ്ങനെയാണ്. നമ്മൾ ഇരുന്ന് ജോലി ചെയ്യുക. നമ്മൾ നോക്കുമ്പോൾ അവരൊന്നും എഴുന്നേക്കുന്നു പോലുമില്ല. വരുമ്പോൾ മുതൽ ഇങ്ങനെ ജോലി ചെയ്യുവാന്ന് ഓർക്കും. പക്ഷെ അതിലൊരു കാര്യമില്ല. കിച്ചണിലാണെങ്കിലും ശരി നമ്മളൊരു വിശ്രമം എടുക്കുക. ഞങ്ങൾ പെണ്ണുങ്ങൾക്ക് ഒരു സ്വഭാവമുണ്ട്, ഒട്ടുമിക്ക ലേഡീസിനും ഉള്ള ഒരു സ്വഭാവമാണ് എല്ലാ പണിയും തീർത്തിട്ട് ഒന്ന് പോയി ഇരിക്കാമെന്ന് കരുതും. ഞാനും പണ്ട് അങ്ങനെയായിരുന്നു കേട്ടോ, നല്ല പ്രായത്തില്. പക്ഷെ ഇപ്പം നമുക്ക് പ്രായമായപ്പോൾ ഞാൻ ഈ പരസ്യത്തിലൊക്കെ ബ്രേക്ക് എടുക്കുന്ന പോലെ ഓരോ സ്റ്റെപ്പ് കഴിഞ്ഞിട്ടും ഇടയ്ക്ക് ഒരു 5-10 മിനിറ്റും ഒക്കെ ഒരു ബ്രേക്ക് എടുക്കാറുണ്ട്. അപ്പൊ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, ഈ ജോലി സ്ഥലത്താണെങ്കിലും ശരി കിച്ചണിലാണെങ്കിലും ശരി നമ്മളൊന്ന് ഒന്ന് വിശ്രമിക്കുക. ഇനിയിപ്പോ ആ വിശ്രമം എന്ന് പറയുമ്പോ സോഫയിൽ ഇരുന്ന് നമ്മൾ ഇരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഞാൻ വിശ്രമിക്കുവാണല്ലോ, ഞാനൊന്നും ചെയ്യുന്നില്ലല്ലോ എന്ന് കരുതി നമ്മളിങ്ങനെ ഫോണിൽ ഇങ്ങനെ റീൽസ് കണ്ടുകൊണ്ടിരിക്കും. കാരണം വിശ്രമമാണല്ലോ, ജോലി ചെയ്യുന്നില്ല. അതല്ല, അപ്പോഴും നമ്മുടെ പ്രിയപ്പെട്ട ബ്രെയിൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക, അങ്ങേർക്ക് വിശ്രമം കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ ജോലിയിൽ കൃത്യമായി വിശ്രമം എടുക്കുക. പിന്നെ വെള്ളവടി എന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ, വെള്ളം കുടിക്കുന്ന കാര്യം കേട്ടോ ഉസ്മാൻജി ഞാൻ പറഞ്ഞത്. വെള്ളം കുടിക്കുക ധാരാളം. വെള്ളം കുടിക്കുന്നതിൽ ഉസ്മാൻജി ഓർത്ത് വെള്ളം അടിക്കാനാണല്ലോ ഞാൻ പറഞ്ഞതെന്ന്. വേണ്ട, ആ ചിരി കണ്ടപ്പോ എനിക്ക് മനസ്സിലായി. വെള്ളവടി മീൻസ് നമ്മള് നിശ്ചിത ഇടവേളകളിൽ വെള്ളം കുടിക്കുക. ഈ വേനൽക്കാലത്തൊക്കെ ചില സ്കൂളുകളിൽ കുഞ്ഞുങ്ങളെ വെള്ളം കുടിപ്പിക്കാൻ വേണ്ടി ബെൽ വരെ അടിക്കുമായിരുന്നു. ഓക്കെ, സാരമില്ല. ഗുഡ് ഗുഡ് ഗുഡ്. അപ്പൊ നമ്മള് ഇപ്പൊ ഞങ്ങൾ പഠിക്കുന്ന ആ കോഴ്സില് ഈ ആഹാരക്രമത്തിന്റെ തന്നെ 2 ദിവസമാണ് അതിന്റെ ക്ലാസ്. പറയാൻ സമയക്കുറവ് മൂലം ഞാനത് വിവരിക്കുന്നില്ല. അപ്പൊ നമ്മൾ ധാരാളം വെള്ളമൊക്കെ കുടിക്കുക. നമ്മുടെ ശരീരത്തിൽ വെള്ളത്തിന്റെ അളവ് കുറഞ്ഞാൽ നമ്മൾ ഈ അവസ്ഥയിലേക്കൊക്കെ പോകും. അതായത് തലവേദനയും ഉത്സാഹക്കുറവും ഒക്കെ നമ്മൾ വെള്ളം കുടിച്ചില്ലെങ്കിൽ പറ്റും. കാരണം നമ്മളൊരു ടൂർ പോയിട്ട് വരുമ്പോൾ നമ്മൾ പറയും ഭയങ്കര ക്ഷീണമാണ്. പക്ഷെ അത് യാത്ര ചെയ്തതിലേ കഴിഞ്ഞുപരി നമ്മൾ യാത്രക്കിടയിൽ വെള്ളം കൂടിയൊക്കെ കുറവാക്കുന്നതിന്റെ ഒരു പ്രശ്നം കൂടിയുണ്ട്. ഇനി ഏറ്റവും ഇതിന്റെ ഹൈലൈറ്റ് നല്ല ഉറക്കം. ഉറങ്ങാൻ ഇഷ്ടമില്ലാത്ത ഒരു മനുഷ്യനെയും ഭൂമിയും ദൈവം സൃഷ്ടിച്ചിട്ടില്ല, അല്ലെ? ഉറക്കം നമ്മുടെ എത്ര മനോഹരമായ അവസ്ഥയാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഉറക്കമില്ലായ്മ നമുക്ക് വരണം. ബേബി സാറേ, നല്ല ഉറക്കം ഉണ്ടോ രാത്രി? ബേബി സാർ, ഉറക്കം നല്ല കിട്ടുന്നുണ്ടോ? ഉണ്ട്. ഞാൻ വൈകുന്നേരം ഒരു 7 മണിക്ക് കിടന്ന് തുടങ്ങിയാൽ രാവിലെ 3 മണിക്ക് എഴുന്നേക്കുള്ളൂ. ഓക്കെ, ഗുഡ് ഗുഡ്. നല്ല ഉറക്കം കിട്ടുന്നുള്ളതിൽ സന്തോഷം. കാരണം ഉറക്കമില്ലെങ്കിൽ ആ ഉറക്കത്തിന്റെ ആ സൗന്ദര്യം നമുക്ക് ആസ്വദിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഉറക്കം നല്ലത് കിട്ടുക എന്നുള്ളതാണ്. ഉറക്കം നല്ലത് കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം? പറഞ്ഞ ആരും എന്നെ തല്ലരുത്. മൊബൈല്, ലാപ്ടോപ്പ്, TV ഇത് ഉപേക്ഷിക്കാൻ ഞാൻ പറയുന്നില്ല. ഉപേക്ഷിക്കാൻ പറഞ്ഞാൽ ഇപ്പം ഓൺലൈനിലാണേലും കയ്യേറ്റം ഉണ്ടാകുമെന്ന് എനിക്കറിയാം. നമ്മൾ അതൊക്കെ ഒന്ന് 1 മണിക്കൂർ അല്ല 1/2 മണിക്കൂർ മുമ്പേലും ഉറങ്ങുന്നതിന് മുമ്പ് ഒന്ന് മാറ്റി വെക്കുക. അത് നമ്മൾ ശ്രമിച്ചാൽ പറ്റുന്നതാണ്. അങ്ങനെ പിന്നെ എന്താ, ഇതൊക്കെ മൊബൈലൊക്കെ മാറ്റി വെക്കുക. പിന്നെ കൃത്യസമയം നമ്മൾ ഉറങ്ങാൻ തിരഞ്ഞെടുക്കണം. ഇന്ന് 10:30 കിടന്നു, നാളെ 11:30, അതിന്റെ പിറ്റേന്ന് 12:30, അങ്ങനെ പോയാൽ ശരിയാവില്ല. നമ്മുടെ ഒരു ബയോളജിക്കൽ ക്ലോക്ക് സെറ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ ശരീരത്തിൽ. അപ്പൊ അത് നമുക്ക് നല്ല ഉണർവും ഉന്മേഷവും ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു കൃത്യസമയം, അതും എപ്പോഴും പറ്റില്ല, എന്നാലും പരമാവധി പറ്റുന്ന ദിവസങ്ങളിലൊക്കെ നമ്മളത് ചെയ്യുക. പിന്നെ നമ്മുടെ ചെറുപ്പകാലത്ത് നാഗേഷ് സാറ് ചെറുപ്പകാലത്തല്ല, ഇപ്പോഴും നാഗേഷ് സാറൊക്കെ ഒരു പക്ഷെ ഫോളോ ചെയ്യുന്നുണ്ടാവും. എണ്ണ തേച്ച് കുളിക്കാറുണ്ടോ? എണ്ണ ദേഹത്ത് മുഴുവൻ തലയിലും ഒക്കെ തേച്ച് എപ്പോഴേലും കുളിക്കാറുണ്ടോ? ഇപ്പൊ അതിനുള്ള സമയം കിട്ടുന്നുണ്ടോ? അമേരിക്കയിലോ മറ്റോ ആണെന്ന് എനിക്കറിയാം. മുമ്പേ ചെറുതിരിക്കുമ്പോ ദീപാവലി ആ ടൈമിലാണ് കുളിക്കുന്നത്. എണ്ണ എനിക്ക് കുറച്ചോ എതിർപ്പാണ്. എണ്ണ ഉപയോഗിക്കുന്നത് കുറവാണ്. ഞാൻ ഉദ്ദേശിച്ചത് നമ്മളെയൊക്കെ, നമ്മുടെ പേരൻസും ഒക്കെ കുട്ടികളെയൊക്കെ ദേഹത്തെല്ലാം എണ്ണ തേച്ചു. പിന്നെ പേരൻസും അങ്ങനെ, പ്രത്യേകിച്ചും ആയുർവേദത്തിൽ താല്പര്യമുള്ളവര് എണ്ണ തേച്ച് കുളി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അത് നല്ല ഉറക്കം കിട്ടാനാണ് പറയുന്നത്. നമ്മള് നെറുകയിൽ എണ്ണ വെക്കും, ചെവിയുടെ പുറകിലോ ഉള്ളംകാലിലോ ഒക്കെ എണ്ണ തേച്ച് കുളി. അത് പുഴയിലോ തോട്ടിലോ ആറ്റിലോ ഒക്കെ ആണെങ്കിൽ അത് ബഹുത്തച്ച എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം ഈ കൂട്ടത്തിൽ പുഴയിൽ കുളിച്ച
വളർന്നവർ ആരേലും ഉണ്ടോ ഈ കൂട്ടത്തില്? ആറ്റിലോ തോട്ടിലോ ഒക്കെ ആരെങ്കിലും ഉണ്ട്. ഉണ്ടോ നമ്മള് ഉള്ളത്. സ്ഥിരമല്ല, വെള്ളത്തിൽ? ഉണ്ട് മാം. വീക്കെൻഡിൽ നല്ല സുഖമാണ്. കുളിച്ചതുണ്ട്. അതെ. വീക്കെൻഡിൽ ഓക്കെ, വീക്കെൻഡിൽ കുളിച്ചു. ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ചെറുപ്പം മുതലേ ഇങ്ങനെ ആറ്റിലും തോട്ടിലും ഒക്കെ കുളിച്ചു വളർന്നവരാ. അങ്ങനെ വളർന്നവർക്ക് മാത്രമേ ഞാനിത് പറയുമ്പോ അതിന്റെ സ്പിരിറ്റ് പിടികിട്ടുള്ളൂ കേട്ടോ. എനിക്കൊക്കെ Yes. ആണെങ്കിൽ ഇത് ബാല്യകാലത്തിലേക്ക് അതൊന്നും ഓർക്കാതിരിക്കാൻ പറ്റിയല്ല. ഞങ്ങളൊരു 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന അന്നൊക്കെ 7ാം ക്ലാസ്സിൽ വരെ പഠിക്കുന്ന ആമ്പിള്ളേര് പെമ്പിള്ളേരെല്ലാം ഒരു അയൽവക്കത്തുള്ള ഒരു 8-10 പേര് ഒരുമിച്ചായിരുന്നു ഞങ്ങളുടെ കടവിൽ കുളിച്ചുകൊണ്ടിരുന്നത്. അത് നിലയില്ലാ വെള്ളമാണ്, പക്ഷെ യാതൊരു പേടിയില്ല. പാറയുടെ പൊക്കത്തിൽ നിന്നൊക്കെ ഇങ്ങനെ നീർക്കാങ്കുഴി ഇട്ട് ഞങ്ങൾ ഇങ്ങനെ പോവുക. അതുപോലെ ഇങ്ങനെ ഒഴുകി ഒത്തിരി ദൂരം പോകും. ഇതൊക്കെ നമുക്ക് ഭയങ്കര ഓർമ്മകളാണ്. ഞാൻ ഇത് പറഞ്ഞു വന്നതിന്റെ കാര്യം, അങ്ങനെ ഒന്ന് കുളിച്ച് എണ്ണയൊക്കെ തേച്ച് താളിയൊക്കെ തേച്ച് നമ്മളൊന്ന് കുളിച്ചു വന്നാണ്ടല്ലോ, കട്ടിൽ നിന്ന് നമ്മളെ എഴുതി കാണിച്ചാൽ മതി, നമ്മൾ ഉറങ്ങിപ്പോകും. അത്രയും സുഖകരമായ ഒരു ഫീലായിരുന്നു നമ്മുടെ മനസ്സിൽ. ഇന്നിപ്പോ ഫോണിന്റെ അകത്ത് റീൽസ് എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. ഈ വിനോദസഞ്ചാരത്തിന് പോകുന്നവരൊക്കെ ഒരു കുറച്ച് വെള്ളച്ചാട്ടം കാണുമ്പം അതിൻ്റെ അകത്ത് ഇപ്പൊ ആണാണോ ഇപ്പറേ പെണ്ണാണോ ഇപ്പറേ ഒന്നും നോക്കുന്നില്ല, കുട്ടികളാണോ ഒന്നും നോക്കുന്നില്ല, എല്ലാവരും പൊതുവായി ഈ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നതിന്റെ കാര്യം എന്താ? ഞങ്ങളുടെ വെറ്റിനറി സർവീസിൽ പറയുകയാണെങ്കിൽ പോത്ത് മുങ്ങിക്കിടക്കുന്നത് പോലെ, പോത്താണ് വെള്ളത്തിൽ കൂടുതലായിട്ട് കിടക്കുന്നത്, അതുപോലെയാണ് ഇന്ന് വെള്ളത്തിൽ കിടക്കാൻ ആഗ്രഹിക്കുന്നത്. അതിന്റെ പിന്നില് കാര്യം എന്താണ്? നമ്മൾ വെള്ളത്തിൽ കുളിച്ച് എഴുന്നേറ്റ് കഴിയുമ്പോൾ നമ്മുടെ ശരീരവും മനസ്സും നമ്മുടെ ബ്രെയിനൊക്കെ നല്ല പുതുമയാർന്ന ഒരു ഭയങ്കര ഒരു ഫ്രഷ് ആയി എന്നുള്ള ഒരു ഫീലാണ് നമുക്ക് തോന്നുന്നത്, ഇല്ലേ? അപ്പോൾ അതിന് അവസരമുള്ളവർ മാത്രം വല്ലപ്പോഴേലും ഒന്ന് തോട്ടി കുളിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, റീൽസ് പിടിക്കുന്ന പയ്യന്മാർ വല്ലതും ഉണ്ടോ എന്ന് നോക്കിയിട്ടേ നമ്മൾ ആ ഒരു പരിപാടിക്ക് പോകാവുള്ളൂ എന്നൊരു അപേക്ഷയും കൂടെ ഉണ്ട് കേട്ടോ. പിന്നെ നല്ല എക്സർസൈസ്, മെഡിറ്റേഷൻ, ഇതിനെക്കുറിച്ച് ഞാൻ ഒന്നും പറയുന്നില്ല. കാരണം നമ്മുടെ യോഗാചാര്യ റെജി സാറ് കഴിഞ്ഞ ആഴ്ചയിൽ മെഡിറ്റേഷന്റെയും യോഗയുടെയും എല്ലാ തലങ്ങളിലും കൂടി പോയിരുന്നു. ഞാനത് ഇനി പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാവർക്കും ഒരു വിരസതയാകും, അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പിന്നെ നമ്മൾ സ്ട്രെസ്, ആൻസൈറ്റി ഒക്കെ കുറയ്ക്കുക എന്ന് വെച്ചാൽ നടക്കാനുള്ളത് നടക്കും. ചെറിയൊരു ആൻസൈറ്റി ഒക്കെ നല്ലതാണ്. പാസ്റ്റ് നമ്മുടെ കയ്യിൽ നിന്നും പോയി. ഈ പ്രസന്റ് കണ്ടീഷൻ, ഈ ഒരു 7:47 എന്ന് പറഞ്ഞ ഒരു നിമിഷം മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. നമ്മൾ ഫ്യൂച്ചറിനെ കുറിച്ച് ഒത്തിരി ആകുലപ്പെട്ടിട്ട് കാര്യമില്ല. പ്രസന്റ് കണ്ടീഷൻ എന്താണോ അത് നമ്മൾ മൈൻഡ്ഫുൾ ആയി ചെയ്യുക. അതല്ലാണ്ട് അയ്യോ നാളെ എന്ത് സംഭവിക്കും, ചെറിയൊരു പേടി നല്ലതാണ്. നാളെക്കുറിച്ച് ഒട്ടും ഭയമില്ലാതെ നമ്മൾ നടന്നാൽ ശരിയല്ല. ചെറിയൊരു പേടി മതി, കൂടുതലായിട്ടുള്ള പേടിയൊന്നും നമുക്ക് വേണ്ട. പിന്നെ ഹോബീസ് നമ്മൾ വളർത്തണം. എനിക്കറിയാം നമ്മുടെ ഈ ഫ്ലോറിൽ ഇപ്പം വനിതകളെ എടുത്താൽ എനിക്ക് എല്ലാവരെയും പരിചയമില്ല, കുറച്ചു പേരെ മാത്രമേ പരിചയമുള്ളൂ. പണ്ട് കലാതിലകമായിട്ടുള്ളവർ കാണാം ഈ കൂട്ടത്തിൽ. ചിലപ്പോൾ നല്ലൊരു ഫുട്ബോൾ പ്ലെയറോ വോളിബോൾ പ്ലെയറോ അല്ലെങ്കിൽ നല്ലൊരു പാട്ടുകാരിയോ ഡാൻസുകാരിയോ ഒക്കെ ഈ ഗ്രൂപ്പിൽ ഉണ്ടാകാം, ഇല്ലേ? പക്ഷെ ഞങ്ങളുടെ ഒരു സാഹചര്യം, കല്യാണം കഴിഞ്ഞു, കുട്ടികളായി, നമ്മൾ ഈ ആഗ്രഹങ്ങളെല്ലാം അങ്ങോട്ട് അങ്ങ് പൊക്കോ. ഭർത്താവിനും കുഞ്ഞുങ്ങൾക്കും കുടുംബത്തിനും വേണ്ടി ഈ ഹോബീസ് ഒക്കെ മാറ്റി വെക്കുന്നവരാണ് ലേഡീസ് കൂടുതലും. അവരുടെ സാഹചര്യത്തിന്റെ പുറത്താണ്. പക്ഷെ അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ ഉണ്ട് ഈ ഹോബീസ്. ഞാൻ ഇത്രയും കഴിവുള്ള ആളായിരുന്നല്ലോ. പണ്ട് മഞ്ജുവാരുടെ ഒരു സിനിമ, കുഞ്ചാക്കോ ബോബന്റെയും കൂടെ ഒരു സിനിമ ഉണ്ടായിരുന്നല്ലോ. ആ സിനിമയ്ക്കകത്തെ മഞ്ജുവാരുടെ അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന വനിതകൾ ഈ ക്ലാസ്സിൽ ഈ ഫ്ലോറിൽ കാണും. അവരോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഹോബീസ് ഒരു 24 മണിക്കൂറുള്ളതിൽ ഒരു 30 മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ്സ് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം ചെയ്യുവാണെങ്കിൽ നമ്മുടെ മൈൻഡ് ഫുൾ ഹാപ്പി ആയിരിക്കും. നമ്മൾ ഈ പൂർണ്ണമായി കുടുംബത്തെ കാര്യങ്ങൾ നോക്കണം. കുടുംബത്തെ കാര്യം നോക്കാതെ നമ്മൾ ഈ ഹോബി ആയിട്ട് നടക്കാൻ ഞാൻ പറയുന്നില്ല. ഒരു 20 മിനിറ്റ്സ് എങ്കിലും നമ്മളെ സ്നേഹിക്കുക, സെൽഫ് ലവ്. അങ്ങനെ ഒരു പടം വരയ്ക്കാൻ ഇഷ്ടമുള്ളവർ പടം വരച്ചോണം. ഡാൻസ് കളിക്കാൻ ഇഷ്ടം, പണ്ട് ഡാൻസുകാരി ആയിരുന്നെങ്കിൽ കഥ കടച്ചിട്ട് ഡാൻസ് കളിച്ചോണം. വേറെ ആർക്കോ, അമ്മായിമ്മയ്ക്കോ അമ്മായിച്ചനോ ഒന്നും പ്രശ്നം ഉണ്ടാക്കണ്ട. പക്ഷെ നമ്മുടെ മനസ്സിന് അത് സംതൃപ്തിയാണ് കിട്ടുന്നത്. അപ്പൊ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, എന്തെങ്കിലും ഒരു ഹോബീസ് നമുക്ക് ഉണ്ടാകണം. ഇതൊന്ന് ചെയ്തു നോക്കിയാൽ നമ്മൾ വേറൊരു ലെവലാകും, നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യം. അതുപോലെ തന്നെ പെറ്റ്സിനെ വളർത്തുക. ഉസ്മാൻജിക്ക് അത് കറക്റ്റ് ആയിട്ട് അറിയാം, പെറ്റ്സിനെ വളർത്തുമ്പോഴുള്ള ആ മാനസിക സന്തോഷം. കഴിഞ്ഞ ദിവസം സ്പീക്ക് വിത്ത് കോൺഫിഡൻസിൽ ഞാൻ എൻ്റെ ക്യാറ്റ്, എൻ്റെ പ്രിയപ്പെട്ട ജോണിയുടെ ഒരു ഫോട്ടോ ഇട്ടതുള്ളൂ. അങ്ങ് മലേഷ്യയിൽ നിന്ന് വരെ അവൻ ആലോചന വന്നു.
ഉസ്മാൻജിയും ഉസ്മാൻജിയുടെ പെറ്റുമായിട്ട് നിൽക്കുന്ന ഫോട്ടോ. ഞങ്ങൾ ആ ഫ്ലോറിൽ കുറേ നേരം പിന്നെ ഇതേ ചർച്ചകളായിരുന്നു. അതെന്തുകൊണ്ടാണ്? ആ പെറ്റ്സിനെ വളർത്തുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ മാനസിക സന്തോഷമാണ് ഞങ്ങൾ തമ്മിൽ ഷെയർ ചെയ്ത്. അതുകൊണ്ട് പറ്റുന്നവര് എന്തെങ്കിലും ഒരു, എല്ലാരും പറയും ഇതിനെയൊക്കെ വളർത്തിയാൽ പിന്നെ പാടാന്ന്, പക്ഷെ അവര് നൽകുന്ന ഒരു സന്തോഷം, ഹാപ്പി ഹോർമോൺസ് നമ്മളിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ വളരെ നല്ലതാണ് നമ്മൾ പെറ്റ്സിനെ വളർത്തുന്നത്. പിന്നെ നമ്മൾ നെഗറ്റീവ് തിങ്കിങ്ങിലേക്ക് പോകണ്ട. നെഗറ്റീവ് തിങ്കിങ് വരുമ്പോൾ ഇവിടെ ഈ ഫ്ലോറിൽ മനോജ് സാറൊക്കെ NLP ഒക്കെ പഠിച്ചിട്ടുള്ള ആളായിരിക്കാം. നെഗറ്റീവ് തിങ്കിങ് വരുമ്പോൾ നമ്മൾ അതിനെ പോസിറ്റീവ് ആക്കാൻ ഒത്തിരി പരിപാടികളുണ്ട്. ആ പോസിറ്റീവ് ആക്കുക. എനിക്കിത് പറ്റുകയില്ല എന്ന് തോന്നുന്നിടത്ത് എനിക്ക് പറ്റും എന്ന് നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് പറ്റും. ലേണിംഗ് ആൻഡ് റീഡിങ് അത് അത്യാവശ്യം വേണ്ടതാണ്. ഈ പറഞ്ഞ പോലെ ഞാൻ യൂണിവേഴ്സിറ്റിയുടെ പരസ്യം ഒന്നും പറയുന്നില്ല. ഏത് കോഴ്സ് പഠിക്കണമെങ്കിലും ശനി ഞായർ അവിടെ പോയാൽ മതി. വളരെയധികം കോഴ്സുകളുണ്ട്. ദൂരം ഒരു പ്രശ്നമല്ല. തിരുവനന്തപുരത്തുനിന്നും മലപ്പുറത്തുനിന്നും വന്ന് പഠിക്കുന്നവർ ഇപ്പോൾ എൻ്റെ ക്ലാസ്മേറ്റ്സ് ആണ്. ഇനി പോട്ടെ, പോയി പഠിക്കാൻ പറയുന്നില്ല. ഓഫ്ലൈനിലുള്ള ക്ലാസ്സിന്റെ ആ ഒരു വൈബ് വേറെയാകട്ടോ ഓൺലൈനിൽ പഠിക്കുന്നേ കഴിഞ്ഞും. ഞാനൊക്കെ ഇപ്പം തോന്നുന്നത്, ഞാനൊക്കെ PGക്ക് പഠിച്ചേ കഴിഞ്ഞും ഡിഗ്രിക്ക് പഠിച്ചേ കഴിഞ്ഞും എൻജോയ് ചെയ്യുന്ന ഈ 56 കഴിഞ്ഞപ്പോൾ പോയി പഠിച്ച ഈ യൂണിവേഴ്സിറ്റി ക്യാമ്പസ് ആണ്. അവിടെ കാല് കുത്തുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് വൈബാണ്. അതുകൊണ്ട് ഇത് MG യൂണിവേഴ്സിറ്റിയുടെ ഒരു ചെറിയ പരസ്യം പോലെയും കൂടെ ഞാൻ പറയാണ്. ശനി ഞായർ വെക്കുന്നവരൊക്കെ പുതിയ കോഴ്സുകൾക്ക് വന്ന് ചേരുക. ഇനി അത് പറ്റാത്തവര് ഒരു ഓൺലൈനിലൊക്കെ നമുക്കിപ്പോൾ ചിത്രരചന, അത് പടം വരയ്ക്കണമെന്നാ താല്പര്യമെങ്കിൽ നമ്മളൊന്ന് യൂട്യൂബ് എടുത്ത് നോക്കിയാൽ മതി, നമുക്ക് എന്തും പഠിക്കാം. അപ്പൊ ആ രീതിയിൽ നമ്മുടെ റീഡിങ്ങും ലേണിങ്ങും ഒക്കെ നമ്മൾ വർദ്ധിപ്പിക്കുക. നമ്മളിങ്ങനെ ചടഞ്ഞു കൂടി ഏത് നേരം ഇങ്ങനെ അയ്യോ പാവേ എന്തിനാണ് ഞാൻ ഈ ഭൂമിയിലേക്ക് ജീവിച്ചത്, എനിക്ക് ഈ വിധി വന്നല്ലോ, ആ ഒരു മൂഡങ്ങ് മാറ്റി നമ്മൾ എപ്പോഴും നല്ല ജിൽ ജിൽ എന്ന് നിൽക്കുക. മറ്റൊരാൾക്ക് നമ്മളെ കണ്ടാൽ തന്നെ ഓ ഇദ്ദേഹം നല്ല പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉള്ള ആളാണെന്ന് നമുക്ക് തോന്നിപ്പിക്കണം. അല്ല ഉസ്മാൻജി, അതല്ലേ നല്ലത്? ഓക്കെ. പിന്നെ നമ്മുടെ സഹോദരങ്ങളോട് ഞാൻ അയ്യോ സഹോദരങ്ങളെന്ന് വിളിക്കാവോന്ന് എനിക്കറിയില്ല. ഇവിടെ എല്ലാവരും ഭയങ്കര ഇന്റർനാഷണൽ ട്രെയിനേഴ്സ് ഒക്കെയാണ്. ഈ ആൽക്കഹോൾ ആൻഡ് സ്മോക്കിംഗ് ഒന്ന് ഉള്ളവര് നിർത്തണ്ട, കംപ്ലീറ്റ് വേണ്ട, വല്ലപ്പോഴും കുറയ്ക്കുന്നത് വളരെ നല്ല. കാരണം നമ്മുടെ ബ്രെയിനെ ആണല്ലോ ഈ പുള്ളി പോയി ബാധിക്കുന്നത്. അപ്പൊ അതൊന്ന് റെഡ്യൂസ് ചെയ്യുന്നത് നല്ലതാണ്. ഇതൊക്കെയാണ് നമ്മൾ മനോജ് സാർ, ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു മൈൻഡ് ഫോഗ് എന്ന അവസ്ഥയിൽ നിന്നും രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ. ഇപ്പൊ മൈൻഡ് ഫോഗ് എന്താന്ന് പറഞ്ഞത് മനസ്സിലായി കാണുമല്ലോ. ഈ മനസ്സിനെ ബാധിക്കുന്ന ഇതൊരു രോഗമല്ല, ഇതൊരു അവസ്ഥയാണ്. പെട്ടെന്ന് വരുന്നു, പെട്ടെന്ന് മാറുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ ഈ മൈൻഡ് ഫോഗിൽ കൂടി ഒന്ന് പോയി കേട്ടോ. പറയാൻ സമയമുണ്ട്, നിർത്താൻ സമയമായി തോന്നുന്നു, അത് പിന്നെ പറയാം. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ മൈൻഡ് ഫോഗ് എന്താണ്, അതിന്റെ അവസ്ഥ എന്താണ്, അവസ്ഥയിലേക്ക് നയിക്കുന്ന കാര്യങ്ങളും പറഞ്ഞു, അതിൽ നിന്ന് നമ്മൾ കരകയറേണ്ട കാര്യവും പറഞ്ഞു. ഇതിൽ നിന്ന് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഒന്ന് മാറ്റി പിടിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അതായത് ശരിയായ ഉറക്കം കിട്ടാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നല്ല പോഷകാഹാരം കഴിക്കുക, അതുപോലെ വ്യായാമം, പ്രകൃതിയോടൊത്തുള്ള ഒരു ജീവിതം, ഇതൊക്കെ നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഈ ജപ്പാൻകാരൊക്കെയാണെന്ന് തോന്നുന്നു ഈ വനത്തിലൂടെയൊക്കെ പോകുന്ന, അതിനൊരു പേരുണ്ട്, അത് വനത്തിൽ അവർ കുറെ ദിവസം ചെലവഴിക്കും. അതിനൊരു പ്രത്യേക പേരാണ്, അത് പെട്ടെന്ന് എന്റെ മൈൻഡിലേക്ക് വരുന്നില്ല. ട്രെക്കിംഗ് അല്ല, അത് അല്ല അത് ഞാനത് പിന്നെ പറയാം. ഇപ്പൊ എന്റെ പെട്ടെന്ന് വരുന്നില്ല, മൈൻഡ് ഫോഗ് എന്നെ ബാധിച്ചു, അത് പെട്ടെന്ന് വരുന്നില്ല. അവരിങ്ങനെ വനത്തിൽ കുറെ ദിവസം ചെലവഴിക്കും. അപ്പോഴത്തേനും അവരുടെ മൈൻഡ് എല്ലാം ശരിയാകുകയാണ്. അതുപോലെ തന്നെ അവരുടെ രോഗങ്ങൾ, മാനസികവും ശാരീരികവുമായിട്ടുള്ള രോഗങ്ങളൊക്കെ മാറുന്നു എന്നാണ് പറയുന്നത്. അതുപോലെ നമ്മൾ പ്രകൃതിയുമായിട്ടും നല്ലപോലെ ഒത്തൊരുത്ത് ജീവിച്ചു പോവുക. എ ഹെൽത്തി ബ്രെയിൻ ക്രിയേറ്റ്സ് എ ഹാപ്പി ലൈഫ് എന്നാണ് പറയുന്നത്. ആരോഗ്യമുള്ള ബ്രെയിൻ സന്തോഷകരമായ ജീവിതത്തിന്റെ അടിത്തറയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ സെഷൻ അവസാനിപ്പിക്കുകയാണ്. എനിക്കിങ്ങനെ ഒരു അവസരം തന്ന കോഫി ടോക്കിലെ എല്ലാ കോർഡിനേറ്റേഴ്സിനോടും, അതുപോലെ ഇന്ന് എൻ്റെ ഈ ക്ലാസ് ശ്രവിക്കാൻ ഇവിടെ എത്തിയ എല്ലാവരോടും പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. താങ്ക് യു ഓൾ. താങ്ക് യു ലിനി മാം. അതായത് 933 മൈൻഡ് ഫോഗ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്കാണ്. അതായത് മഞ്ഞ് മൂടിയ മണ്ടയിലേക്ക് ചെറിയൊരു ചൂട് പകരാൻ ഈ കുഞ്ഞു സമയത്ത് നിങ്ങൾക്ക് കഴിഞ്ഞല്ലോ എന്ന് ഞാൻ ചിന്തിച്ചു പോവുകയാണ്. അത് എത്ര ഭാവി
ഭൂതം, വർത്തമാനം, സ്ട്രെസ്, വെള്ളം കുടി, ഉറക്കം, സമ്പത്ത്, വ്യായാമം, മറവി, തൈറോയിഡ്, പ്രകൃതി, കേൾക്കുക, വായന, ഒരുപാട് കാര്യങ്ങൾ ഈ കുഞ്ഞു സമയത്ത് നിങ്ങൾ ഡെലിവറി ചെയ്തല്ലോ. വളരെ സന്തോഷം. അതേപോലെ തന്നെ ബാലരമയിലാണ് നിങ്ങൾ തുടങ്ങുന്നത് അല്ലേ? ബാലരമയും പൂമ്പാറ്റയ്ക്കും അതെ, പറഞ്ഞിട്ട് ഇന്നും അത് ബാലമണിയും പൂമ്പാറ്റ. ഇന്നും കാണുകയാണെന്നുണ്ടെങ്കിൽ മായാവിനൊന്ന് മറിച്ചു നോക്കാതെ, അതെ, അതായത് ഇപ്പൊ കാര്യമായിട്ട് ഓൺലൈനിലാണ്, മായാവിനൊന്ന് നോക്കാതെ പോകൂല. അതേപോലെ സൂത്രന്റെ കുസൃതികളൊന്നും നോക്കാതെ ഏ, പോകൂല. അത്രത്തോളം ഇല്ല ഇല്ല. എന്താ പറയാ, നമ്മളെ മൈൻഡ് ഫ്രീ ആക്കുന്ന സംഭവമാണ് ഇതുള്ളത്. പിന്നെ ഈ പ്രകൃതിയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ തന്നെ നമ്മൾ ഇപ്പൊ എന്താണ് അനുഭവിക്കുന്നത് അതിനെ മാറ്റിയെടുക്കാൻ ഏറ്റവും ബെസ്റ്റ് പ്രകൃതിയാണ്. അവിടേക്കൊന്ന് പോയി ഒന്ന് കടപ്പുറോ അല്ലെങ്കിൽ കാട്ടിലോ കയറി കഴിഞ്ഞാൽ അവിടുത്തെ തണുത്ത കാറ്റും, അതല്ലാന്നുണ്ടെങ്കിൽ ആ തിരമാലകളൊക്കെ ഒന്ന് നമ്മൾ ശ്രവിക്കണം അല്ലെങ്കിൽ ശ്രദ്ധിക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ മ്യൂസിക്കും ഇങ്ങനെ കേട്ട് ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ കുറെ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്, ഇടങ്ങേറായി പോകും. പിന്നെ വെള്ളം കൂടി കൂടുതലൊന്നും സ്മോക്കിംഗ് എന്നൊക്കെ പറഞ്ഞപ്പോൾ മനോജേട്ടൻ എന്നെ ഇങ്ങനെ ശ്രദ്ധിച്ചു, അല്ലെങ്കിൽ വേറെ ആരെയും ശ്രദ്ധിച്ചു എന്നറിയില്ല. എന്താണെന്നുണ്ടെങ്കിലും വളരെ സന്തോഷം. ആ, പിന്നെ അതേപോലെ തന്നെ നല്ലൊരു ക്ലാസ് ആയിരുന്നു, അടിപൊളിയായിരുന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുഞ്ഞു സമയത്താണ് നിങ്ങൾ ഇതൊക്കെ നമുക്ക് ഡെലിവറി ചെയ്തത്, അതിൽ വളരെ സന്തോഷമുണ്ട്. അതിലുപരിയായിട്ട് വേറൊരു കാര്യം നിങ്ങളോട് ഇതിന്റെ മുന്നേ തന്നെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നമ്മളെ ഈ സൂമിന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഒരു കുഞ്ഞു ഫണ്ട് കളക്ട് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആരെയും നിർബന്ധിപ്പിക്കുന്നില്ല. കഴിയുന്ന ഒരു 250 രൂപ അതിൽ നമ്മളെ കോഫി ടോക്കിന്റെ ഗ്രൂപ്പിൽ ഞാൻ ഇട്ടിട്ടുണ്ട്, മെയിൻ ഗ്രൂപ്പിൽ. അഡ്മിൻ ഓൺലിയിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ആ ഗ്രൂപ്പിന്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുന്നുണ്ട്. കോഫി ടോക്ക് എന്നുള്ള ഒരു ID നിന്നായിരിക്കും ഷെയർ ചെയ്യുക. അപ്പൊ അതൊന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. പറ്റുന്നവര് ചെയ്യുക. തന്നില്ലാന്ന് വിചാരിച്ചിട്ട് ആരും വിഷമിക്കൊന്നും വേണ്ട ആവശ്യമില്ല. എന്നും കയറണം, വളരെ സന്തോഷത്തോട് കയറും ചെയ്യണം, നമുക്ക് എന്നും കാണും ചെയ്യണം. ഏതായാലും ഏറ്റവും വിലപ്പെട്ട ഫീഡ്ബാക്കിന് വേണ്ടിയിട്ട് മാഡം കാത്തിരിക്കുന്നുണ്ടെന്ന് അറിയാം. തീർച്ചയായിട്ടും എല്ലാവരെയും ഫീഡ്ബാക്കിന് ക്ഷണിക്കുന്നു. ഒരു മിനിറ്റിന്റെ ഉള്ളിലായിട്ട് ഫീഡ്ബാക്ക് പറഞ്ഞു തീർക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. ഓൾ വെൽക്കം പ്ലീസ്. ലെനി മാഡം, നല്ലൊരു യെസ്. സെഷൻ ആയിരുന്നു. ഒരു സഹോദരി ഞങ്ങളുടെ സഹോദരങ്ങളോട് പറയുന്ന മാതിരിയാണ് വാക്കൊരു ക്ലാസ്സോ ഒരു സെഷനോ ഒന്നും ഞങ്ങൾക്ക് തോന്നിയില്ല. ചെയ്യേണ്ട ഹോബീസ്, പഴയ ഏതെങ്കിലും ഹോബീസ് ഉണ്ടെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യണം. പിന്നെ നല്ല ഹാബിറ്റ്സ് ഡെവലപ്പ് ചെയ്യണം. ഹെൽത്തിനെ പറ്റിയിട്ട് നല്ല കോഷനായിരിക്കണം. പാസ്റ്റിനെ പറ്റിയിട്ട് മറന്നോളൂ. അത് നല്ലൊരു സജഷൻ. ആർക്കും പാസ്റ്റിനെ പറ്റിയിട്ട് പറയേണ്ട ആവശ്യമില്ല. എൻജോയ് ദി കറണ്ട് സിറ്റുവേഷൻ, നേച്ചർ എൻജോയ് ചെയ്തോളൂ. അതിന്ന് കിട്ടുന്ന ആ ഒരു സന്തോഷം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. ഞാനിപ്പോൾ ഇടയ്ക്ക് ഞങ്ങളെ മകൻ്റെ സ്ഥലത്തിൻ്റെ ബാക്കിൽ ഒരു ചെറിയൊരു കാടുണ്ട്. ആ കാടിൽ നടക്കാൻ പോകുന്നത് അതിൻ്റെ അകത്താണ്. അപ്പോൾ കിളി കരയുന്ന ശബ്ദങ്ങളും ചിലപ്പോൾ മാങ്ങളും കാണാൻ പറ്റുന്നുണ്ട്. ആ ഒരു സന്തോഷം വേറെ തന്നെ. അപ്പോൾ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കുക, തങ്ങളെ സ്വഭാവങ്ങളിൽ മാറ്റം വരുത്തുക, നല്ല എക്സസൈസും വെള്ളം കുടിയും വർക്കും എല്ലാ ഹെൽത്തിന് വേണ്ടിയിട്ട് നല്ല ഇതാണ്. സ്ട്രെസ് ഇതൊക്കെ ഒഴിവാക്കുക. നല്ലൊരു സെഷനായിരുന്നു. പറഞ്ഞെങ്കിൽ ഞങ്ങളുടെ അടുത്തൊക്കെ എല്ലാവർക്കും ഒരു പറഞ്ഞു കൊടുക്കുന്ന വാക്കിന്റെ മാത്രമേ ആയിരുന്നു, ഒരു ക്ലാസ് ഒന്നും ആയിരുന്നില്ല. നിങ്ങളുടെ എക്സ്പീരിയൻസ് ആയിരിക്കും ഇതിങ്ങനെ ചെയ്യിച്ചത് നിങ്ങളുടെ അടുത്ത്. നല്ലൊരു സെഷനായിരുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ആൾ. താങ്ക് യു ആൾ. താങ്ക് യു നാഗേഷ് സാർ. റെജി സാർ പ്ലീസ്. ഞാനോ? മാഡത്തിന്റെ ക്ലാസ് മാഡത്തിനെ എന്നാണ് പരിചയപ്പെട്ടത്. മാഡം ആനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെന്റിലായിരുന്നു. അപ്പോൾ മാഡം എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് കേട്ടതിൽ വളരെ സന്തോഷമുണ്ട്. ഒരുപാട് കാര്യങ്ങൾ മാഡം നമ്മെ ഓർമ്മിപ്പിച്ചു. നമ്മുടെ സബ്ജക്റ്റും ഇതുവരെ ആരും കൈകാര്യം ചെയ്യാത്ത ഒരു ബ്രെയിൻ ഫോഗ് അല്ലെ മൈൻഡ് ഫോഗ് എന്ന് പറയുന്ന സബ്ജക്റ്റ്, അത് വളരെ മനോഹരമായി ഒരു ക്ലാസിന്റെ രൂപത്തിലല്ല, നാഗേഷ് സാർ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ ഒരു കുടുംബത്തിലെ ഒരു അംഗം ഇരുന്ന് പറയുന്ന പോലെ അല്ലെ, ഈ ഇന്ററാക്റ്റീവ് സെഷൻ ആയിരുന്നു. വളരെ മനോഹരമായ ഒരുപാട് പോയിന്റ്സുകളിലേക്ക്, നമ്മുടെ ഒരു പഴയ കാലത്തേക്ക്. എൻ്റെ വീട്ടിനടുത്തും കുളം ഉണ്ടായിരുന്നു. നമ്മുടെ തന്നെ സ്വന്തമായിട്ടുള്ള ഒരു കുളമായിരുന്നു കൃഷിയുടെ ആവശ്യത്തിന്. അപ്പൊ അതിലൊക്കെ നമ്മൾ നേരത്തെ അതിൽ തന്നെ പോയി മുകളിൽ നിന്ന് എടുത്ത് ചാടുന്നതും ആ പഴയ ഓർമ്മകളിലേക്കൊക്കെ പോയി. അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിൽ തന്നെ കുളം ഉണ്ടായിരുന്നത് കൊണ്ട് നമ്മൾ വളരെ ചെറുതായിരിക്കുമ്പോൾ തന്നെ നീന്തലൊക്കെ പഠിച്ചു. അപ്പൊ ആ പഴയ നമ്മൾ ഒരുപാട് ഓർമ്മകളിലേക്ക് കൊണ്ടുപോയി. വെള്ളം കുടിക്കണം, ഇതൊക്കെ നമ്മളെല്ലാവരും ഓർമ്മിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അതൊക്കെ മാഡം ഓർമ്മിപ്പിച്ചു. ഇടയ്ക്കുള്ള ബ്രേക്കിനെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോഴേക്കാണ് സർവീസിൽ നമ്മൾ 11 മണിക്കൊക്കെ ചായ കുടിക്കാൻ വേണ്ടി, ചായ കുടിക്കണ്ടെന്ന് വിചാരിച്ചാലും ഫ്രണ്ട്സ് ആരെങ്കിലും ആടെ എണ്ണയുടെ പാടെ എന്നൊക്കെ വിളിക്കുന്നതും, ഇങ്ങനെ ഒരുപാട് ഓർമ്മകൾ ആ ഒരു പഴയ കാലത്തിലേക്ക് മാഡം കൊണ്ടുപോയി. പിന്നെ എണ്ണ തേച്ച് കുളിക്കുക,
1 hour റെസ്റ്റ് ഇടയ്ക്ക് വേണം എന്നുള്ളത്, ഈ ആറ്റിലും കുളത്തിലും ഒക്കെ കുളിക്കുന്ന രീതി, അങ്ങനെ ഹോബീസ് വേണം. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മള് ഭയങ്കരമായിട്ട് നമ്മളെ ചിന്തിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ പെറ്റ്സിനെ വളർത്തുക എന്നുള്ള കാര്യം എന്ന് പറയുമ്പോൾ ഞാൻ വീട്ടിൽ ഇതെല്ലാം ഉണ്ടായിരുന്നതാണ്. പക്ഷെ ഇപ്പൊ എല്ലാം ഒന്നുമില്ല. മക്കളെല്ലാം പല സ്ഥലത്ത് കാര്യങ്ങളൊക്കെ ആയി ഇപ്പൊ ഫ്രീ ആയിട്ട് ഇങ്ങനെ പെറ്റ്സ് ഒന്നും വേണ്ട. പക്ഷെ മാഡത്തിന്റെ ക്ലാസ് കേട്ടപ്പോ പെറ്റ്സ് ഏതെങ്കിലും വാങ്ങിയാൽ എന്ത് എന്ന് എന്റെ മനസ്സിനെ ഒന്ന് ഒരു മാറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു. നെഗറ്റീവ് ചിന്തകൾ യാതൊരു കാരണവശാലും വേണ്ട. അങ്ങനെ വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഒരുപാട് അഡ്വൈസോട് കൂടിയ വളരെ ഇൻഫർമേറ്റീവ് ആയിരുന്ന ഒരു ക്ലാസ് ആയിരുന്നു. ഓക്കെ മാഡം, താങ്ക് യു. താങ്ക് യു സർ. ജെസ്സി മാം, പ്ലീസ് വെൽക്കം. ഗുഡ് മോർണിംഗ് ലെനി, കൺഗ്രാറ്റുലേഷൻ. ശരിക്കും എത്ര മനോഹരമായിട്ടാണ് ലെനി, കേൾക്കാലോ അല്ലേ? എത്ര മനോഹരമായിട്ടാണ് ശരിക്കും മൈൻഡ് സെറ്റിനെ കുറിച്ച് ലെനി ഇത്ര സിമ്പിൾ ആയിട്ട് പറഞ്ഞത്. വളരെ രസകരമായിട്ട്. ശരിക്കും നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കുറേയേറെ മാറേണ്ടതുണ്ട്. അത് മാറാനായിട്ടുള്ള ആ എളുപ്പ വഴികള്, നമ്മൾ മാറേണ്ടതിന്റെ ആ ഒരു ആവശ്യകതയും മാറാനുള്ള എളുപ്പ വഴികളും ഒക്കെ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു തന്നു. അതുകൂടാതെ തന്നെ എനിക്ക് ഏറ്റവും ടച്ച് ചെയ്തത് നമ്മുടെ ജീവിതത്തിലെ പുറകോട്ട് നമ്മുടെ ഓരോ കാലഘട്ടവും അതിനെക്കുറിച്ചൊക്കെയുള്ള ഒരു ഓർമ്മകള്, ആ ബാലരമ, പൂമ്പാറ്റ. അതുപോലെ ഞാനൊക്കെ എൻ്റെ കുഞ്ഞു പ്രായത്തില് രാവിലെ എണീറ്റാൽ ആദ്യ തോട്ടിലേക്കായിരുന്നു പോകുന്നത്. തോട്ടിൽ ചെന്ന് ചാടും. ആ തോട്ടിന്ന് ഒരു പ്രാവശ്യം ഞാൻ ഒഴുകി വരെ പോയതാണ്. എന്നിട്ടും ഞാനല്ലാതെ വേറെ ആരും അറിഞ്ഞില്ല ഞാൻ ഒഴുക്കിപ്പെട്ടു പോയത്. എങ്ങനെയോ ഒരു പിടിവള്ളി കിട്ടി രക്ഷപ്പെട്ട് കയറി പോകുന്നതാണ്. അപ്പൊ അങ്ങനെ ആ ഒരു ഓർമ്മകള്, അന്നൊന്നും പേടിയില്ലായിരുന്നു. പിന്നെ പിറ്റേ ദിവസവും തോട്ടിൽ പോകാൻ പേടിയില്ലായിരുന്നു. അതാണ് ഏറ്റവും വലിയൊരു ഗുണം. അങ്ങനെ ലൈഫിൽ ഒരു പേടി എന്ന് പറയുന്ന സംഭവം ഉണ്ടായിട്ടില്ല. അതെല്ലാം ഒരു ഓർമ്മപ്പെടുത്തൽ തന്നു. അതുപോലെ ഞാന് MG യൂണിവേഴ്സിറ്റിയിൽ ലൈഫ് ലോങ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ ഞാനിപ്പോൾ ഒരു പഠിതാവാണ്. അപ്പൊ എന്റെ കൂട്ടത്തില് എന്റെ ക്ലാസ്മേറ്റ് ആണ് ലെനി. അതുകൂടാതെ തന്നെ ഇതുപോലെയുള്ള ഒരുപാട് സുഹൃത്തുക്കൾ എനിക്കുണ്ട്. അതിൽ ഏറ്റവും പ്രധാനിയാണ്, ഏറ്റവും ചങ്കോട് ചേർത്ത് വെക്കാൻ പറ്റുന്ന ഒരു സുഹൃത്താണ് ലെനി. വളരെ സന്തോഷമുണ്ട് രാവിലെ ലെനിയുടെ ഈ പ്രോഗ്രാം നന്നായി കേട്ടതിന്. എല്ലാവർക്കും നന്ദി. താങ്ക് യു മാം. അറബിക്കടലിൽ നിന്ന് പോയിട്ട് അവിടെ അറിവ് പകർന്നതിന് പകരമായിട്ട് ഇവിടെ വന്നാൽ എന്തായാലും സന്തോഷം. സൂസൻ മാം, പ്ലീസ് വെൽക്കം. യെസ്, ഗുഡ് മോർണിംഗ് ലെനി. എക്സലന്റ് സെഷൻ. വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടും രസകരമായിട്ടും ടോപ്പിക് അവതരിപ്പിച്ചു. നല്ലൊരു ഓർമ്മപ്പെടുത്തലായിരുന്നു. നമുക്ക് എങ്ങനെ നമ്മുടെ ലൈഫ് സ്റ്റൈലൊക്കെ ഒന്ന് മാറ്റി പിടിക്കാമെന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഓർപ്പിച്ചത്. പിന്നെ ജാപ്പനീസിന്റെ ഇത് പറഞ്ഞില്ലേ, ഫോറസ്റ്റ് വോക്ക്, അത് അവരുടെ ഫോറസ്റ്റ് ബെയ്ത്തിങ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിന്റെ ശരിക്കും അവരുടെ പേര് ഷിൻറിൻ യോക്കു എന്നാണ്. അവരത് ചിൽഡ്രൻ യോഗ, അവരത് ഒരു റിലാക്സ് ചെയ്യാൻ ഒക്കെ ആയിട്ട് അങ്ങനെ ഫോറസ്റ്റ് കൂടെ കുറച്ചു നേരം ടെൻഷൻ കുറയ്ക്കാനും സ്ട്രെസ് കുറയ്ക്കാനും ഒക്കെ ആയിട്ട് അങ്ങനെ ഇങ്ങനെ നടക്കുന്ന ഒരു കാര്യമാണ്. എനിവേ, എക്സലന്റ് സെഷൻ. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു മാം. നസീന മാം, പ്ലീസ് വെൽക്കം. താങ്ക് യു സ്മാജി. ലെനി ചേച്ചി, വണ്ടർഫുൾ സെഷൻ ആയിരുന്നു. ചേച്ചിയുടെ ടെൻഷൻ എല്ലാം മാറിയില്ലേ? ഇവിടെ വലിയ പുലികളൊക്കെ ഇരിക്കുന്നെന്നും പറഞ്ഞപ്പോഴേ എനിക്ക് വയ്യ മോളെ എന്നും പറഞ്ഞ് നിൽക്കുമായിരുന്നു. എന്തായാലും നല്ല സൂപ്പർ സെഷൻ ആയിരുന്നു. എല്ലാവരും ഹാൻഡ് ചെയ്ത്, ഒരുപാട് പേര് ഹാൻഡ് ഒക്കെ ചെയ്തിരിക്കുന്നു. ഞാൻ പിന്നെ പേഴ്സണലി വിളിച്ചോളാം. താങ്ക് യു ചേച്ചി. താങ്ക് യു നസീന മാം. അബ്ദുൾ റൌഫ് സർ, പ്ലീസ് വെൽക്കം. ഗുഡ് മോർണിംഗ് മാം. വളരെ നല്ലൊരു സെഷൻ ആയിരുന്നു. നല്ല രസകരമായിട്ട് അവതരിപ്പിച്ചു. മാം പറഞ്ഞ ഈ പ്രശ്നം എനിക്ക് ചിലപ്പോൾ ഉണ്ടാവാറുണ്ട്. ഈ മീറ്റിങ്ങിലൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോ പേര് ഓർമ്മ വരില്ല ചിലരുടെ. അതുപോലെ ചില ടെക്നിക്കൽ ടേംസ് ഒക്കെ ഓർമ്മ വരാതിരിക്കുക. ഞാൻ വിചാരിച്ചു പ്രായം ഇങ്ങനെ കൂടുന്നതിന്റെയാണ്. പക്ഷെ അത് മാത്രമല്ല എന്ന് മനസ്സിലായി. എന്തായാലും നല്ലൊരു റിമൈൻഡർ ആയിരുന്നു. താങ്ക് യു മാം. അത് മനോഹരമായിട്ട് അവതരിപ്പിച്ചതിന് പ്രത്യേകം നന്ദി. കൂടുതൽ സെഷനുകളുമായിട്ട് വീണ്ടും വരിക. തീർച്ചയായും. താങ്ക് യു റൌഫ് സർ. ഇന്ദു മാം, പ്ലീസ് വെൽക്കം. ഗുഡ് മോർണിംഗ് മാം. സൂപ്പർ സെഷൻ. ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഓൾ ഇൻ വൺ സെഷൻ എന്ന് പറയാം. ബിക്കോസ് വി ഹാഡ് നമ്മുടെ ഹെൽത്ത്, എക്സസൈസ്, അതുപോലെ തന്നെ മൈൻഡ്, എല്ലാത്തിനും കുറിച്ച് ഒറ്റ സെഷനിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു മോർ ദാൻ 30-40 സെഷൻസ് എടുക്കേണ്ട ടോപ്പിക്. അതും ഒരു കഴിവാണ്.
ഒറ്റ സെഷനിനുള്ളിൽ എങ്ങനെയെന്ന് നമ്മൾ ഒരു നല്ലൊരു ബോധം ഉണ്ടാക്കി. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം. താങ്ക് യു ഇന്ദു മാം. അബിത മാം, പ്ലീസ് വെൽക്കം. താങ്ക് യു സോ മച്ച് മാം. എന്തായാലും നല്ലൊരു സെഷനായിരുന്നു. മാം പറഞ്ഞ പോലെ മാം പറഞ്ഞു ഇവിടെ എത്താൻ വൈകി പോയി എന്ന്. ഞങ്ങൾക്കും തോന്നുന്നുണ്ട് മാം ഇവിടെ എത്താൻ വൈകി പോയിട്ടുണ്ട് എന്നുള്ളത്. എന്തായാലും ഒരുപാട് സന്തോഷം. ഒരുപാട് കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തി. ആ ജോലികൾക്ക് ഇടയിലുള്ള ബ്രേക്കിംഗ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ മാം പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇപ്പോൾ അത് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തി. ഇനി നല്ലൊരു സെഷനായിട്ട് ഈ ഫ്ലോറിൽ വരാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു അബിത മാം. അബ്സ മാം, പ്ലീസ് വെൽക്കം. മാഡം, സൂപ്പർ സെഷൻ. ഓ, വളരെ നന്നായിട്ട് നല്ലൊരു പ്രസന്റേഷൻ കേട്ടോ. പിന്നെ ഈ പെറ്റിനെ വളർത്തുക എന്ന് പറഞ്ഞാല് അവര് നമുക്ക് ചിലപ്പോൾ നമുക്ക് വലിയ ഉപകാരം ആയി മാറാറുണ്ട്. ഇവിടെ ഒരു പൂച്ച ഉണ്ടായിരുന്നു. ആ പൂച്ചക്ക് ഞങ്ങൾ എന്നും ഫുഡ് കൊടുക്കും. ഒരു ദിവസം എൻ്റെ മകള് മദ്രസയെ വിട്ടു വരികയാണ്. അപ്പൊ ഈ പൂച്ച അവളുടെ കാലിന്റെ ഇടയിൽ കൂടി ഇങ്ങനെ നടക്കണം, അവൾക്ക് നടക്കാൻ സമ്മതിക്കാതെ. അപ്പൊ കുറെ ഇങ്ങനെ നടത്തുമ്പോ ഇവള് റോഡ് സൈഡ് ഒന്ന് മാറി നടന്നു. എന്നിട്ട് അങ്ങനെ വന്നപ്പോഴുണ്ട് അപ്പുറത്തേക്ക് നോക്കിയപ്പോ അവിടെ ഒരു പാമ്പ് ഇങ്ങനെ. ഇവള് ആ സൈഡിൽ കൂടെ നടന്നു പോവായിരുന്നെങ്കിൽ അതിനെ ചവിട്ടിയിട്ട് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഈ പൂച്ചയാണ് അന്ന് രക്ഷിച്ചത്. അന്ന് ഞാൻ മനസ്സിലാക്കി. പിന്നെ എന്നും ഞാൻ പൂച്ച അങ്ങനെ അകത്തേക്ക് വരാൻ സമ്മതിക്കില്ല, പുറത്ത് വെച്ചിട്ടാണ് എല്ലാതും കൊടുക്കുക ഒക്കെ ചെയ്യുക. അന്ന് മുതൽ ആ പൂച്ചയോട് എനിക്ക് ഒരുപാട് ഇഷ്ടം കൂടുതലായി. ഇപ്പോഴും ആ പൂച്ച ഞങ്ങളുടെ വീട്ടിലുണ്ട്. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു. താങ്ക് യു അബ്സ മാം. രാധാകൃഷ്ണൻ സർ, പ്ലീസ് വെൽക്കം. ഹലോ ലെനിഷാജി മാം. അതെ, വീഡിയോ ഒന്നും ഓൺ ചെയ്യാൻ നിവർത്തിയില്ല. ഞാൻ വർക്കിലാണ്, അതുകൊണ്ടാണ് ഞാൻ സെഷൻ കേൾക്കാറ്. എന്തെങ്കിലും ഒന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. അത്രയും ഹാർട്ട് ടച്ചിങ് ആയിരുന്നു ഓരോ. അപ്പൊ നമ്മളൊക്കെ ഈ 60 നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞ ചില സ്റ്റോറികളൊക്കെ പഴയ കാലത്തെ എണ്ണ തേച്ച കുളി കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോ അതുപോലെ ഒരു നിരവധി കാര്യങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തും. നമ്മളെ ആ ഒരു പഴയ ഒരു കാലത്തേക്ക് കൊണ്ടുപോയി. അതുപോലെ തന്നെ കുറെ ഓർമ്മപ്പെടുത്തലുകൾ, ഒരുപാട് പ്രശ്നങ്ങളെ കുറിച്ച് പറഞ്ഞു. അതിന്റെ കൃത്യമായ പരിഹാരങ്ങളും മാം ഇവിടെ പറയുന്നുണ്ട്. അപ്പോ എന്തായാലും വളരെ നല്ലൊരു സെഷനായിരുന്നു. വളരെ താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ. താങ്ക് യു രാധാകൃഷ്ണൻ സർ. ആമീൻ, പ്ലീസ് വെൽക്കം. പറയൂ. മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. എക്സലന്റ് ആയിട്ടുള്ള സെഷൻ ആയിരുന്നു. കാരണം ഓരോ കാര്യങ്ങളും നമ്മളെ കുറെ പഴയതിലേക്ക് കൊണ്ടുപോകാൻ സാധിച്ചു. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ഓർമ്മപ്പെടുത്തലുകൾ ഉണ്ടായിരുന്നു ഈ സെഷനിലുടനീളം. പിന്നെ ഭയങ്കര രസമായിരുന്നു പ്രസന്റ് ചെയ്തേക്കുന്ന രീതി. താങ്ക് യു സോ മച്ച്. ഇനിയും ഓരോ പുതിയ ഇൻഫർമേഷനുമായിട്ട് വരണം. താങ്ക് യു സോ മച്ച്. താങ്ക് യു അമ്പിളി മാം. രാധാമണി മാം, പ്ലീസ് വെൽക്കം. ഗുഡ് മോർണിംഗ് ഓൾ. നല്ലൊരു സെഷനായിരുന്നു. വളരെ നാളുകൾക്ക് ശേഷം എല്ലാവരെയും ഒന്നും കൂടി കണ്ട് എല്ലാവരുടെയും കാര്യങ്ങൾ കേൾക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷം. ഈ പഴയ കാലത്തെ കുടുംബത്തില് കൊണ്ട പേരൻസ് പറയുന്ന ഈ രാവിലത്തെ ഈ കുളി, പിന്നെ തോട്ടിലെ ചാട്ടം, രാവിലെ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് തോട്ടിലുള്ള ഡൈവ്, ആ വെള്ളത്തിലൂടെയുള്ള സ്വിമ്മിങ്, ഇതെല്ലാം ഒന്നും കൂടെ ഒന്ന് ഓർമ്മയിലൂടെ എത്തിപ്പിച്ചതിൽ വളരെ നന്ദിയുണ്ട്. അതുപോലെ തന്നെ ആഴ്ചയിൽ ഒരിക്കൽ ഈ കുളി ഇന്നും കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കുന്നതിലും എനിക്ക് മക്കളെ അതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ കൊടുക്കുന്നതിലും വളരെ സന്തോഷമുണ്ട്. പിന്നെ ഒള്ളിത്തിങ് അവർക്ക് മഞ്ഞൾ തേക്കുന്നതിനോട് തീരെ താല്പര്യമില്ല. പക്ഷെ അവരെ പിടിച്ചു നിർത്തി വേണം ജയിപ്പിച്ചോണ്ടിരുന്നത്. പക്ഷെ ഇന്നും അവർ ഇടയ്ക്കിടയ്ക്കൊക്കെ ചെയ്യുന്നുണ്ട്. 10-36 വയസ്സായെങ്കിലും മോൻ അതൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഈ മാഡത്തിന്റെ ക്ലാസ് കേട്ടപ്പോൾ വളരെ പഴയ കാലങ്ങളിലേക്ക് പോയി. അതുപോലെ തന്നെ ഈ പെറ്റുകളുടെ കാര്യം പറഞ്ഞത് എനിക്കും ഭയങ്കര ഇഷ്ടമില്ലാത്ത ഒരു സംഭവമായിരുന്നു. പക്ഷെ ഞാൻ പെൻഷൻ വന്ന ശേഷം ഒരു ജർമ്മൻ ഷെപ്പേർഡിനെ കൊണ്ടുവന്ന് വളർത്തുന്നു. ഇന്നതാ അവൻ കാണിക്കുന്ന ആ സ്നേഹം, നമ്മളിൽ കാത്തിരിക്കുക. നമ്മുടെ മക്കളെല്ലാം ഒരു വേറെ ദൂര സ്ഥലങ്ങളിലായി കഴിഞ്ഞപ്പോൾ നമുക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ്, നമ്മളെ നോക്കാൻ ഒരാളുണ്ട്, ആ ഫുഡ് കൊടുക്കുന്ന ടൈമിൽ വന്നിരിക്കുക, അതെല്ലാം ഒരു വളരെയധികം നമ്മളെ ചിന്തിപ്പിക്കുന്ന കാര്യമാണ്. എപ്പോഴും നമ്മുടെ കൂടെ ഒരു കുഞ്ഞുങ്ങളെ പോലെ ഉണ്ടെന്നുള്ളതാണ്. താങ്ക് യു സോ മച്ച് മാം. താങ്ക്സ് എ ലോട്ട്. താങ്ക് യു രാധാമണി മാം. ബേബി സർ, പ്ലീസ്. ലെനി മാം, ഒത്തിരി മനോഹരമായിരുന്നു. അഭിനന്ദനങ്ങൾ, ഒത്തിരി നന്ദി. ഇന്ന് ഞാൻ ക്ലാസ്സിൽ, നമ്മൾ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു ക്ലാസ്സിൽ പിന്നെ ടീച്ചർ പറയും, ഇന്ന് നമ്മൾ പുതിയ അധ്യായം തുടങ്ങുകയാണ് കേട്ടോ. സർവസഭത സദസ്യ ത്രികോണങ്ങൾ എന്നൊക്കെ പറയുന്ന പോലെ 10 മുതൽ 20 പീരീഡ് വരെ എടുക്കുന്ന പാഠമാണ് ഇന്ന് മൈൻഡ് ഫോഗ് എന്ന് പറയുന്ന പിന്നെ ലെനി മാം.
ഒറ്റ പീരീഡ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്തതും അത് ആ ഇന്ററാക്ഷൻ, ആ ചോദ്യവും ഉത്തരവും ആ തമാശയും ഒക്കെ ഒത്തിരി മനോഹരമായി. അഭിനന്ദനങ്ങൾ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ബേബി സാർ. മധു സാർ പ്ലീസ് വെൽക്കം. ഗുഡ് മോർണിംഗ് ലിനി മാം. ഗുഡ് വളരെ മോർണിംഗ് നല്ലൊരു സർ. സെഷൻ ആയിരുന്നു. മൈൻഡ് ഫോഗ് എന്ന ഒരു ചെറിയ സബ്ജക്റ്റുമായിട്ട് വന്നിട്ട് മാഡം ഇന്ന് കൈവയ്ക്കാത്ത അല്ലെ സ്പർശിക്കാത്ത ഒരു മേഖലയുമില്ല. ഈവൻ നമ്മളുടെ ചൈൽഡ്ഹുഡ് തൊട്ട് ഏജ്ഡ് ആയിട്ടുള്ളവരെയുള്ള ആ പ്രായത്തിൽ നമ്മൾ ഓരോരുത്തരും കടന്നു പോയിട്ടുള്ള വിവിധ തലങ്ങൾ, അതുപോലെ എല്ലാ മേഖലകളെയും ഈ ചെറിയ സമയം കൊണ്ട് മാഡം സ്പർശിച്ചു. അതിനെല്ലാം നല്ല ഉദാഹരണങ്ങളും നല്ല കാര്യങ്ങളും ഒക്കെ പറഞ്ഞു തന്നു. ഗംഭീര സെഷനായിരുന്നു. എല്ലാവരുടെയും റിക്വസ്റ്റ് പോലെ ഞാനും പറയുകയാണ്, ഇനിയും ഇതുപോലെ നല്ല സബ്ജക്റ്റുമായിട്ടൊക്കെ വല്ലപ്പോഴും ഒക്കെ നമ്മുടെ ഫ്ലോറിൽ വരണം. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു മധു സാർ. മനോജേട്ടാ താങ്ക് യു ക്വസ്റ്റ്യൻ സർ. റെഡി താങ്ക് ആണല്ലോ യു അല്ലെ? സർ. ഒരുപാട് നന്ദി. ഒത്തിരി പേര് 10-13 പേര് ഫീഡ്ബാക്ക് പറഞ്ഞിട്ടുണ്ട്. ഒത്തിരി പേര് അതുപോലെ തന്നെ നമുക്ക് മെസ്സേജ് ആയിട്ടും ലിനി മാം ഇട്ടിട്ടുണ്ട്. ഏതായാലും ശരിക്കും മാം പറഞ്ഞത് ഇത്ര തന്നെ ഉള്ളൂ. കഴിഞ്ഞു പോയ അവസ്ഥകളെ ഓർത്തിട്ട് സങ്കടപ്പെടുകയും അതിനെ കുറിച്ചുള്ള വേവലാതിയോടെ ഇരിക്കുന്നതിനെ കുറിച്ചും ഉണ്ടാകുമ്പോഴുള്ള ഒരു അവസ്ഥയാണ് മൈൻഡ് ഫോഗിലേക്ക് കയറി വരുമ്പോൾ സംഭവിക്കുന്നത്. നമ്മളെ മഞ്ഞു മൂടിയ ഒരു സംഭവമാകുന്നത്. അതൊക്കെ പാടെ ചിന്തിച്ച് തല പുണ്ണായിട്ടിരിക്കുമ്പോഴാണ് നമുക്ക് യാതൊരു ഓളം ഉണ്ടാവില്ല തലന്റെ ഉള്ളിൽ. സകല ഓളം അവിടെ ആയിട്ട് ഒരു കായൽ പോലെ ഇങ്ങനെ കിടക്കും. എന്തായാലും വളരെ ഭംഗിയായിട്ടാണ് ഇന്നത്തെ ക്ലാസ് എടുത്തത്. പ്രസന്റിൽ എന്താണോ നടക്കുന്നത് അതിനെ കുറിച്ചിട്ട് നമ്മൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര കളർഫുൾ ആയിരിക്കും. പക്ഷെ പ്രസന്റിനെ കുറിച്ച് ആർക്കും യെസ് യെസ്. ചിന്തിക്കാനുള്ള ഒരു ചിന്തയും ഇല്ല മനസ്സിൽ. വരുന്നതിനെ കുറിച്ചിട്ടും കഴിഞ്ഞതിനെ കുറിച്ചിട്ടുമുള്ള സംഭവങ്ങളാണ്. കഴിഞ്ഞതിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ മാനസികമായിട്ട് വരും, അത് ഭക്ഷണത്തിനെ ബാധിക്കും, ഉറക്കത്തെ ബാധിക്കും. വരുന്നതിനെ കുറിച്ച് ആലോചിക്കുമ്പോഴും ഇതേ സംഭവം തന്നെയാണ് വരുന്നത്. എന്തായാലും അടിപൊളി സൂപ്പർ ക്ലാസ് ആയിരുന്നു. ഒത്തിരി കാര്യങ്ങളാണ് ചെറിയ ആ സമയത്ത് പറഞ്ഞത്. ഏതായാലും ചിരി ചിന്താ വിജ്ഞാനം എന്ന ഒരു കിസ് പ്രോഗ്രാം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഗ്രൂപ്പിൽ അവരുടെ വിജയികളുടെ ഫോട്ടോ 3 ഗ്രൂപ്പിൽ, അഡ്മിൻ ഗ്രൂപ്പ് പ്ലസ് മെയിൻ ഗ്രൂപ്പ്, ഇങ്ങനെ 4 ഗ്രൂപ്പിലേക്ക് നമ്മൾ ഷെയർ ചെയ്യുകയും ചെയ്യും. ഏതായാലും അതിലെല്ലാവർക്കും പങ്കെടുക്കുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള സില്ലി ക്വസ്റ്റ്യങ്ങളൊക്കെ ആയിരിക്കും മനോജേട്ടന്റെ വായിൽ നിന്നും വാക്കിൽ നിന്നും വരുന്നത്. ഏതായാലും പ്ലീസ് വെൽക്കം മനോജ് സാറിനെ ഞാൻ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. താങ്ക് യു ചെയർമാൻ. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? യെസ് സാർ, യെസ് സാർ. ഓക്കെ. ലെനി മാമിന്റെ ഒരു അടിപൊളി സെഷൻ കേൾക്കാം ആയിരുന്നു. കേൾക്കുന്നില്ലേ? കേൾക്കാം കേൾക്കാം മനോജേട്ടാ. സർ. കേൾക്കാം. ലെനി മാമിന്റെ ഒരു സൂപ്പർ സെഷൻ ആയിരുന്നു. പിന്നെ ആധാർ കാർഡും ഭാര്യയുടെ സൂക്ഷിക്കാൻ കൊടുത്ത കഥ കേട്ടു. എന്റെ ഭാര്യയുടെ സൂക്ഷിക്കാൻ കൊടുത്ത കഥ. അപ്പോ കുറെ കഴിഞ്ഞിട്ട് അവര് എടുത്ത് തരുമെന്ന് പറഞ്ഞു. പക്ഷെ അവരെടുത്ത് തരുന്ന എന്റെ പോക്കറ്റിൽ നിന്നായിരിക്കും. പോക്കറ്റിലായിരുന്നു വെച്ചതെന്ന് പറയും. അങ്ങനെ തർക്കിച്ച് നിൽക്കും. അത് പോട്ടെ. പിന്നെ ഞാനിപ്പോ നിൽക്കുന്നത് ഒരു കടൽ തീരത്താണ്. ഞാൻ ജനിച്ച് വളർന്നതൊക്കെ ഈ കടൽ തീരത്ത് തന്നെയാണ്. അപ്പൊ ജെസി ചേച്ചിയൊക്കെ തോട്ടിൽ കുളിച്ച് ആ വെള്ളം ഇങ്ങോട്ടാ വരുന്നത് കടലിലേക്ക്. അതിലാണ് ഞങ്ങൾ കുളിച്ചത്. അതാണെന്ന് തോന്നുന്നു എനർജി. പിന്നെ ഇന്നത്തെ ചോദ്യം വളരെ സിമ്പിൾ ആണ്. ചാറ്റ് ബോക്സിൽ ഞാൻ അതിന്റെ ചോദ്യം ഇടാം. നിങ്ങൾക്ക് എല്ലാവർക്കും ആൻസർ ചെയ്യാൻ പറ്റും. ഒരാൾക്ക് പോലും പറ്റാത്തതില്ല. 1 മിനിറ്റ്, ഒറ്റ മിനിറ്റ് കേട്ടോ. 1 മിനിറ്റ്. നിങ്ങളുടെ മൊബൈൽ നമ്പറൊക്കെ എല്ലാവർക്കും കാണാതെ അറിയുമല്ലോ. മൊബൈൽ നമ്പറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ചാറ്റ് ബോക്സിലൂടെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് കാണാം. അതിൽ തന്നെ ആൻസർ ചെയ്താൽ മതി. ഓക്കെ. 1 മിനിറ്റ്. പുറത്തായത് കാരണം ഒരു പ്രശ്നം. ഓക്കെ. അതിൽ ഒരു ഫോർമാറ്റ്, ഒരു എക്സാമ്പിൾ ഒക്കെ ഞാൻ തന്നിട്ടുണ്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. നിങ്ങളുടെ മൊബൈൽ നമ്പർ കൂട്ടുക, തമ്മിൽ ഓരോ അക്കങ്ങളും കൂട്ടുക. അതിനുശേഷം അതിൽ ഏറ്റവും വലിയ അക്ക ആരുടേതാണോ അവരാണ് ഇന്നത്തെ വിന്നർ. എന്റെ മൊബൈൽ നമ്പറിൻ്റെതാണ് ഞാൻ അത് ചെയ്തിട്ടുള്ളത്. 46. അപ്പൊ 46-ന് മുകളിൽ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അവരാണ് വിന്നർ. ഏറ്റവും ചാൻസ് കൂടുതൽ 99 പേർക്കാണ്. പക്ഷെ ആരും കള്ളത്തരമൊന്നും ചെയ്യരുത് കേട്ടോ. മൊബൈൽ നമ്പർ ഇതിന് ശേഷം വിന്നർ ആരാണോ അവർ മൊബൈൽ നമ്പർ ഇതിൽ പോസ്റ്റ് ചെയ്യാൻ വേണം. ഓക്കെ. മതി, ഇത്ര മതി. നമുക്ക് ഇതിൽ നിന്ന് വിന്നറെ തെരഞ്ഞെടുക്കാം. ഇനി സ്റ്റോപ്പ്. എല്ലാരും നിർത്തിക്കോളൂ. 46, 34, 46, 55, 59. അമ്പിളിദേവ് 59,
പിന്നെ രഞ്ജിത്ത് മാർക്കോസ് 62. ഓക്കെ, സോ ദ വിന്നർ ഈസ് രഞ്ജിത്ത് മാർക്കോസ്. കൺഗ്രാറ്റുലേഷൻ സാർ. സാറിന്റെ മൊബൈൽ നമ്പർ ഇതിലൊന്ന് പോസ്റ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, സ്റ്റാർ ഓഫ് ദ ഡേ ഓവർ ടു ദ ചെയർമാൻ. താങ്ക് യു മനോജ് സാർ. സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല ഇനി മുതൽ ഇതൊക്കെ ഒരു ചോദ്യമായിട്ട് വരുന്ന ഞാൻ ഇപ്പോഴാണ് ചിന്തിക്കുന്നത്. 2 നമ്പറുണ്ട്, 2 നമ്പറും കൂട്ടിയിട്ട് വെക്കണം. അത് പറഞ്ഞപ്പോഴാണ് ഇന്നത്തെ ഈ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പറയാനുള്ളത്. ഏകദേശം എന്റെ കാര്യക്കും ഇതേപോലെ തന്നെയാണ്. വൈഫ് ഈ മറവിയുടെ കാര്യം ചോദിക്കുമ്പോഴായിരിക്കും, മറവിയുടെ കാര്യമല്ല, എന്തെങ്കിലും ഒന്ന് ചോദിക്കുമ്പോഴായിരിക്കും വൈഫും ഇപ്പൊ മോളും നമ്മളെ ഇതേപോലെ തന്നെ പഞ്ഞിക്കടലാണ്. വാപ്പച്ചി എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കിട്ടാൻ വേണ്ടിട്ട് എന്ന് പറഞ്ഞിട്ട് മുക്കി മൂളിയിട്ട് അവിടെ നിന്ന് എത്തുമ്പോഴേക്കും ഈ പരിപാടി, ആ സ്ഥലവും മീനും എല്ലാം പോയിട്ടുണ്ടാകും, മീൻകാരനും പോയിട്ടുണ്ടാകും, സകല ആൾക്കാരും പോയിട്ടുണ്ടാകും എന്നുള്ളൊരു അവസ്ഥ മാതിരിയാണ്. ഏതായാലും ഇന്നത്തെ ട്രെയിനിങ് എടുത്തത് കോട്ടയത്ത് നിന്നാണ്. അക്ഷരനഗരിയുടെ ഈറ്റില്ലമായ കോട്ടയം അല്ലെ, അവിടെ നിന്നിട്ടാണ് ഇന്നത്തെ ട്രെയിനിങ് മാം വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ വെൽക്കം പറഞ്ഞതും അവിടെ നിന്നിട്ട് തന്നെയാണ്. നമുക്ക് നന്ദി പറയാനും കൂടി കോട്ടയത്തിന്റെ ഒരു പ്രിയപ്പെട്ട മാഡത്തിനെ വിളിക്കാം. അവരും ഇതുപോലെ ഒരു ട്രെയിനറാണ്, ഇവരെ കൂട്ടുകാരി തന്നെയാണ്. ഏറ്റവും സ്നേഹം നിറഞ്ഞ നെജില മാമിനെ ഞാൻ സ്നേഹപൂർവ്വം നന്ദി പറയാൻ വേണ്ടി ക്ഷണിക്കുന്നു. പ്ലീസ് വെൽക്കം. താങ്ക് യു ഉസ്മാജി. ഗുഡ് മോർണിംഗ് ടു ഓൾ. ഇന്നത്തെ 7 AM കോഫി ടോക്കിന്റെ 933 സെഷനാണ് ഇന്നിവിടെ ലെനിമാം എടുത്തത്. ഏതായാലും ഞാൻ സത്യം പറഞ്ഞാൽ മനസ്സുകൊണ്ട് ഒത്തിരി ആഗ്രഹിച്ചായിരുന്നില്ല ലെനി ചേച്ചിക്ക് ഒരു വെൽക്കമോ അല്ലെങ്കിൽ ഒരു ഓട്ടോ താങ്ക്സോ പറയണമെന്ന്. പക്ഷെ അത് മനസ്സറിഞ്ഞതുപോലെ എനിക്ക് നമ്മുടെ ആദരണീയനായ ചെയർമാൻ, അങ്ങനെ തന്നെ ഞാൻ പറയുന്നത്. ഞാൻ രാവിലെ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ അതിനകത്തൊരു മെസ്സേജ് കണ്ട്, ഇന്നൊരു ഓട്ടോ താങ്ക്സ്. ചിലപ്പോൾ എല്ലാ കോട്ടയത്തുള്ളവരെ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടായിരിക്കും, അതിനായിരിക്കാം. എന്തായാലും എനിക്കതിൽ ഒത്തിരി താങ്ക്സ് ഞാൻ അറിയിക്കുകയാണ്. നമ്മുടെ ചെയർമാൻ ആദരണീയനാണെന്ന് ഞാൻ പറയാൻ കാരണം, പുള്ളി വർക്ക് ചെയ്യുന്നത് ഒരു 18 വർഷമായിട്ട് മലേഷ്യയിലാണ്. അവിടെ റെസ്റ്റോറൻ്റ് ആണ് പുള്ളി. കാരണം ഫുഡ് എന്ന് പറയുന്നത് നമ്മളെന്നും അല്ലെ വിശപ്പിൻ്റെതാണ്, വിശക്കുന്നവർക്ക്. അപ്പൊ അത് ആദരിക്കപ്പെടേണ്ട ഒരു മേഖല തന്നെയാണ്. അതിലുപരി അദ്ദേഹം പ്രവാസി മലയാളികളുടെ അസോസിയേഷൻ മലാക്ക സ്റ്റേറ്റ് പ്രസിഡന്റാണ്. അതുപോലെ ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ഒത്തിരി നടത്തിയും അവിടെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കൊക്കെ ഒരു കൈത്താങ്ങാണ് നമ്മുടെ ഉസ്മാൻ സാർ. അപ്പൊ അദ്ദേഹം ആദരിക്കപ്പെടേണ്ട വ്യക്തി തന്നെയാണ്. അദ്ദേഹത്തിന് ഞാൻ മനസ്സറിഞ്ഞ് എൻ്റെ ഹൃദയത്തിൽ നിന്ന് പൂച്ചെണ്ടുകൾ കൊടുത്ത് ഞാൻ നന്ദി അറിയിക്കുവാണ്. പിന്നെ നമ്മുടെ ഇന്നത്തെ സെഷൻ എടുത്ത എന്തായിരുന്നു ഇന്നത്തെ സെഷൻ? ദ ഫോഗ് അല്ലെ, മൈൻഡ് ഫോഗ് എന്ന 933 നമ്മുടെ കോഫി ടോക്കിലെ മൈൻഡ് ഫോഗ് എന്ന സെഷൻ എടുത്ത ലെനി ചേച്ചിയെ കുറിച്ച് കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല. ലെനി ചേച്ചിയെ ഞാൻ പരിചയപ്പെടുത്തിട്ട് ഒരു 3-4 വർഷമായി. അപ്പൊ ലെനി ചേച്ചി എന്നുള്ളൊരു വ്യക്തിയെ കുറിച്ച് സത്യം പറഞ്ഞാൽ ഇന്ന് എനിക്ക് ഇവിടെ ഒരു ലെനി ചേച്ചിക്ക് ഒരു താങ്ക്സ് പറയാനും എനിക്ക് അവസരം തന്ന് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണത്. അപ്പൊ ലെനി ചേച്ചി വെറ്റിനറി ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടറാണ്. അപ്പൊ എൻ്റെ അടുത്ത് ഒരു ഡോക്ടർ ഈയിടെ പറഞ്ഞൊരു കാര്യമാണ്. ഞാൻ എൻ്റെ മക്കളുടെ ഒരു വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ഒരു സംശയം ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞതാണ്, എന്തിനാണ് മോൾക്ക് പഠിക്കാൻ ആഗ്രഹം എന്ന് എന്നോട് ചോദിച്ചപ്പോൾ, മോൻ ഇത് വെറ്റിനറി ഡോക്ടറിലേക്ക് അവൻ പോയി, ഇപ്പം പഠിക്കാനായിട്ട് പോയി. പക്ഷെ മോൾക്കും അതിലേക്ക് ഒരു ആഗ്രഹം പറഞ്ഞപ്പോൾ എന്നോട് ചോദിക്കുവാണ്, മോളെ ഒരു MBBS ഡോക്ടർക്ക് ഒരു ആണിന്റെയും പെണ്ണിന്റെയും ശരീരമാണ് പഠിക്കാനുള്ളത്. അത് ആണിൻ്റെത് ഒരേപോലെ വരും, പെണ്ണിൻ്റെത് ഒരേപോലെ വരും. പക്ഷെ വെറ്റിനറി എന്ന് പറയുന്നത് ഉറുമ്പ് മുതൽ കൊമ്പസ്രാവ്, വലിയ ആനകൾ അല്ലെ, ഇതിനെല്ലാം വ്യത്യസ്തതയാണെന്നാ പറയുന്നത് ശരീരത്ത്. അപ്പൊ ഇതിനെക്കുറിച്ച് പഠിക്കുക എന്ന് പറയുന്ന ചെറിയൊരു കാര്യമല്ല. അത് മോളെ കൊണ്ട് താങ്ങാൻ പറ്റുമോ എന്ന് ആലോചിക്കുക എന്നുള്ള പറഞ്ഞു. സത്യം പറഞ്ഞാൽ അത് കേട്ടപാട് തന്നെ അവള് എൻട്രൻസ് 1 വർഷം എഴുതിയിട്ട് അവള് അടുത്തതിലേക്ക് പോയെന്നുള്ളതാണ്. പക്ഷെ മോൻ ആ മോഹം വിട്ടില്ല. അപ്പൊ ഇത് ഞാൻ പറയാൻ കാരണം അത്രയും ടൈറ്റാണ് ഇത്. നമ്മള് മനുഷ്യരെ ചെന്ന് പരിപാലിക്കും പോലെയല്ല ഇതിന്റെ അടുത്തേക്ക് ചെല്ലുന്നത്. അത്രയും ഡിഫിക്കൽട്ടാണ്. അപ്പൊ എൻ്റെ ഫാദർ എവിടെ പോയാലും പൂച്ചകളെ ഒന്നും സ്വന്തമായിട്ട് വളർത്താറില്ല. പക്ഷെ വരുന്നതുങ്ങൾക്ക് ഒരു കല്യാണ വീട്ടിൽ പോയാലും ഫുഡ് അവിടുന്ന് എടുത്തോണ്ട് വന്ന് ഇതുങ്ങൾക്ക് കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇതാണ് നമ്മൾ പറയുന്നത് പകർന്നു കൊടുക്കുക എന്ന് പറയണത്. അത് ഞാനും തുടരുന്നുണ്ട്. ഞാൻ സ്വന്തമായിട്ടൊന്നും ഞാൻ ഇതിനെ വളർത്താറില്ല. പക്ഷെ എൻ്റെ അടുത്ത് വരുന്ന പട്ടി, പൂച്ച ഇവർക്കൊക്കെ ഞാനും ആഹാരം കൊടുക്കാറുണ്ട്. എനിക്കത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. എൻ്റെ മക്കളും അത് കണ്ടുപഠിക്കാറുണ്ട്. എന്തായാലും ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ വന്ന ലെനി ചേച്ചിക്ക്, ഇത്രയും നല്ലൊരു സെഷൻ എടുത്ത് തന്ന നമ്മുടെ ലെനി ചേച്ചിക്ക് എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ അറിഞ്ഞ് ഞാൻ താങ്ക്സ് അറിയിക്കുകയാണ്. പിന്നെന്താണ് നമ്മുടെ ഇന്നത്തെ ലെനി ചേച്ചി,
ലെനി ചേച്ചിക്ക് ഞാൻ ഹൃദയത്തിൽ നിന്നാണ് ഞാൻ നന്ദി അറിയിക്കുന്നത്. അതെ, എനിക്കറിയാം. ഞാനത് ഹൃദയത്തിലേക്ക് തന്നെ സ്വീകരിച്ചിരിക്കുന്നു സന്തോഷത്തോടെ. എന്റെ മോളല്ലേ മോള് ഏത് നമ്മുടെ ഫൗണ്ടറായ ഹിഷാം സാറിനെ നമുക്ക് ഇന്ന് ഇവിടെ എല്ലാവരും നമ്മൾ ഒത്തുകൂടാൻ കാരണക്കാരനായ ഹിഷാം സാറിനെയും നന്ദി അറിയിക്കുന്നു. ആദരണീയനായ ഹിഷാം സാറിനെ ഞാൻ നന്ദി അറിയിക്കുന്നു. കോർഡിനേറ്റേഴ്സായ നമ്മുടെ ശ്രീ സാർ, രേഖാമ്മ, മുജീബ് സാർ, ഇവർക്കും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു. എല്ലോ പ്രസിഡന്റ്മാരായ നിതിൻ നാരായൺ, റോയൽ വളാഞ്ചേരി, ജിനി മാം, നിലമ്പൂർ ഗോൾഡൻ ഡാഫോഡിൽസ്, ഇവർക്കും ഞാൻ നന്ദി അറിയിക്കുന്നു. നമ്മുടെ ഇവിടെ പോസ്റ്ററുകൾ തയ്യാറാക്കുന്ന പ്രത്യേക ഇനി അടുത്തതും നമ്മൾ ഉസ്മാൻജിയിലേക്ക് തന്നെയാണ് വരുന്നത്. നല്ല നല്ല പോസ്റ്റർ തയ്യാറാക്കുന്ന, അതുപോലെ നമ്മുടെ ക്യൂസ് മാസ്റ്റർ ഇപ്പോൾ കടൽ തീരത്തിരിപ്പുണ്ട്. നമ്മൾ ലൈവായിട്ട് അവിടെ കണ്ടോണ്ടിരിക്കുവാണ്. നടക്കട്ടെ. ഇവർക്ക് രണ്ടുപേർക്കും ഞങ്ങളുടെ എല്ലാവരുടെയും ഈ കോഫി ടോക്കിന്റെയും എന്റെയും ഞാൻ ഹൃദയത്തിൽ നിന്ന് നന്ദി അറിയിക്കുന്നു. പിന്നെ നമ്മുടെ കോഫി ടോക്കിലെ മെമ്പേഴ്സ്, സത്യം പറഞ്ഞാൽ ഇതിനകത്തിരിക്കുന്ന ഇപ്പൊ വീഡിയോയിൽ ഇരിക്കുന്ന ഞാൻ കാണുന്നത് ലെനിമ, ബേബി സാറൊക്കെ ഇന്നലെ ചിരിച്ച ഇന്നത്തെ സെഷൻ. റജി സാറൊന്നും അങ്ങനെ ചിരിക്കാറില്ല, പക്ഷെ റജി സാറൊക്കെ ഇന്ന് ചിരിച്ച്. ഉസ്മാൻജി, മനോജേട്ടൻ, അമ്പിളിമ്മ, ശിവദാസ് സാർ, നാഗേഷേട്ടൻ പിന്നെ പറയണ്ട. നാഗേഷേട്ടന്റെ ഒരു ചിരി മാത്രം മതി അവിടെ ട്രെയിനറായിട്ടിരിക്കുന്ന ആർക്കും അങ്ങ് ഫ്ലോ ആയിട്ട് പോകാനായിട്ട്. അങ്ങനെ ജെസ്സിമാം, നെജിയാമാം, എല്ലാവർക്കും ഞാൻ ഓരോരുത്തരെ ഞാൻ പേരെടുത്ത് പറയുന്നില്ല. സീനിയേഴ്സും ജൂനിയേഴ്സുമായിട്ടുള്ള എല്ലാ മെമ്പേഴ്സിനും ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്ന് എൻ്റെ സ്നേഹത്തോടു കൂടി ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു. അപ്പൊ ഇന്നത്തെ ഈ സെഷൻ അല്ലെ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. എല്ലാവർക്കും ഞാൻ ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. ഓവർ ടു ചെയർമാൻ. താങ്ക് യു നെജില മാം. ഒരിക്കലും ഇത്രത്തോളം ഞാൻ ഹൈപ്പിൽ കയറി പോകുന്ന അറിയില്ല. ഒരു മനുഷ്യന് ആയുസ് വർദ്ധിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടോ ഇത്? നമ്മള് സങ്കടപ്പെട്ടിരിക്കുമ്പോൾ നമ്മളെ എല്ലാ സംഭവങ്ങളും, അതിന്റെ ഇംഗ്ലീഷ് വേർഡുകളൊന്നും എനിക്കറിയില്ല, മാനസികമായിട്ടുള്ള എല്ലാ എനർജിയും തകർന്നു പോകും. മനുഷ്യനെ മുന്നോട്ട് നയിക്കുന്ന തന്നെ മാനസികമായിട്ടുള്ള ആരോഗ്യം ഉണ്ടാകുന്നതിനോടൊപ്പം തന്നെ നമുക്ക് മാനസികമായിട്ടുള്ള സ്ട്രോങ്ങും കിട്ടുമ്പോഴാണ് നമുക്ക് സന്തോഷം ഉണ്ടാകുക. ഈ പറഞ്ഞ പോലെ എനിക്ക് ഓർമ്മ വരുന്നത് ചെറുപ്പത്തില് എണ്ണ തേച്ചിട്ട് കുളിപ്പിക്കുന്ന ഒരു സംഭവമുണ്ട്. ഇന്നും മനസ്സിൽ മഞ്ഞു മൂടാതെ കിടക്കുന്ന ഒരു സംഭവം എന്താന്ന് വെച്ചാല്, എന്റെ കുഞ്ഞു പ്രായത്തില് എന്റെ ഉമ്മ എന്നെ തലയിൽ എണ്ണ തേച്ച് തരും. അത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാല്, ഏത് ദിവസമാന്ന് വെച്ചാൽ പെരുന്നാളിന്റെ ദിവസം പള്ളിയിൽ പോണ സമയത്ത്, പള്ളിയിൽ പോകുന്നതിന്റെ മുന്നായിട്ട് കുളിക്കാൻ വേണ്ടിയിട്ട് പുഴയിലേക്ക് വിടും. അടുത്തന്നെ പുഴ, ഒരു 100 മീറ്റർ വിട്ടു കഴിഞ്ഞാൽ പുഴയാണ്. അവിടേക്ക് നമ്മൾ ഈ ചകിരിയൊക്കെ ഇങ്ങനെ ചീന്തി നല്ല ക്ലിയർ ആയിട്ട് തലേ ദിവസം സെറ്റ് ആക്കി വെച്ചിട്ടുണ്ടാവും. പെണ്ണുങ്ങളൊക്കെ മൈലാഞ്ചി ഇട്ടുണ്ടാവും. നമുക്കൊരു ചെറിയൊരു വട്ടത്തിലൊരു സംഭവം തരും കേട്ടോ മൈലാഞ്ചി ഇടാൻ പറയുമ്പോൾ. ഇന്ന് മൈലാഞ്ചി ഇടാൻ ഞാൻ എന്റെ കുടുംബത്തിനെ എല്ലാവരുടെ അടുത്തും ഞാൻ പറയാറുണ്ട് അവരോട്. കാരണം എന്താണെന്ന് വെച്ചാൽ മൈലാഞ്ചി ഇടുന്നവർക്ക് പ്രത്യേകം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അവർക്ക് സന്തോഷം ഉണ്ടെങ്കിലുള്ളൂ അവർ മൈലാഞ്ചി ഇട്ടിട്ടുണ്ടാകുക. ആ മൈലാഞ്ചി ഇടുന്ന അതൊരു പ്രത്യേക ഒരു സന്തോഷമുള്ളവരോട്, അല്ലാത്തവർ പറയും എന്തിനാ മൈലാഞ്ചി, അതൊന്നും വേണ്ട ആവശ്യമില്ല എന്ന് പറയും. അപ്പൊ ഈ സന്തോഷത്തിന്റെ ഒരു ഭാഗമാണ് ഈ മൈലാഞ്ചി എന്നുള്ളത്. അപ്പൊ നമുക്ക് അത് കിട്ടുമ്പോൾ കാണുന്ന എനിക്കും സന്തോഷമാണ്, അവർക്കും സന്തോഷം തന്നെയാണ്. അപ്പൊ ഈ പെരുന്നാൾക്ക് പോണ സമയത്ത് എണ്ണ ഇങ്ങനെ ഒലിച്ചിറങ്ങൂലേ, ആ ഒലിച്ചിറങ്ങുന്നത് അതിനെങ്ങനെ എടുത്തിട്ട് ഇങ്ങോട്ട് തേക്കും. ഈ സംഭവം ഇന്നും ഇവിടെ എത്ര നേരം വഴി കടന്നാലും ശരി, ഓരോ പെരുന്നാൾക്കും, വലിയ പെരുന്നാൾക്കാണെങ്കിലും ശരി, ചെറിയ പെരുന്നാൾക്കാണെങ്കിലും ശരി, ഇന്നും അത് കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ള ഒരു സംഭവം കൂടി നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്നതിൽ വളരെ സന്തോഷം. അതേപോലെ തന്നെ നമുക്ക് നല്ലൊരു പാട്ടുണ്ട്, എന്റെ ബാലഗോപാലന് എണ്ണ ദേപിക്കുമ്പം പാടടി, വെള്ളം കോരി കുളിപ്പിച്ച് കിന്നരി ചോമനിച്ചയ്യാ. ഈ പാട്ട് ഓർമ്മിപ്പിച്ചുകൊണ്ട് തന്നെ നമ്മളുടെ ഈ സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാനായിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ ദ പ്രോഗ്രാം ഇൻ കണക്ഷൻ വിത്ത് 7 AM കോഫി ടോക്ക് ഈസ് ഹിയർ ബൈ അഡ്ജന്റ്. താങ്ക് യു ഓൾ. ഓക്കെ, ബൈ, സി യു, ഗുഡ് ബൈ. ലെനിമാം ഒരു കാര്യം ചോദിച്ചോട്ടെ? ആദ്യം പറഞ്ഞല്ലോ പിന്നെ വെൽത്ത് ഈസ് ലോസ്റ്റ്, ഹെൽത്ത് ഈസ് ലോസ്റ്റ്, ക്യാരക്ടർ ഈസ് ലോസ്റ്റ് പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ അന്ന് ക്യാരക്ടറാണ് കാര്യം എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ വെറുതെ അങ്ങനെയല്ല, അന്ന് പണ്ടത്തെ ഒരു കാര്യം